പ്രത്യേക മീറ്റിംഗിൽ ദൈവസനെ നമുക്ക് ഒരുമിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജിയും ജോൺ അദ്ദേഹത്തോട് ചേർന്ന് ദൈവസനിൽ ഇങ്ങനെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 സെഷനിൽ അതിശക്തമായ ദൈവത്തിൻ്റെ ആലോചന സഭയോടുള്ളത്, വ്യക്തികളോടുള്ളത് ഒക്കെ നൽകുവാൻ കർത്താവ് തൻ്റെ അഭിഷക്തനെ ബലപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗിൽ കടന്നു വന്നവർക്കറിയാം, വളരെ പ്രത്യേകമായ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് തൻ്റെ അഭിഷക്തനെ ബലപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രിയിലും കർത്താവ് തൻ്റെ അഭിഷക്തനെ ഉപയോഗിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. കർത്താവെ, എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആലോചനയുള്ളത് നൽകിത്തരണമേ എന്ന് നാം ദൈവസനിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ കർത്താവ് തൻ്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തും. ചുമയുടെ അല്പമായ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവദാസനെ ഓർക്കണമേ എന്ന് വിശേഷാൽ അപേക്ഷിക്കുകയാണ്. തുടർന്നുള്ള സമയം ദൈവവചനം കേൾപ്പാനുള്ള അവസരമാണല്ലോ. ഡോക്ടർ സന്തോഷ് ട്രാൻസ്ലേഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Greetings to one and all in the name of our Lord and Savior Jesus Christ. സഭയുടെ സീനിയർ പാസ്റ്ററോടും ദൈവത്തിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. Greetings to the senior pastor of the church. സന്തോഷമുള്ളവരൊക്കെ കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചു. Praise the Lord. Hallelujah. കരങ്ങളെ വീശി ഒന്ന് ദൈവത്തെ സ്തുതിച്ചു. Amen. Hallelujah. കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ. Clap hands and worship the Lord. Hallelujah. Hallelujah. Amen. Hallelujah. രാവിലെ വായിച്ച അതേ വാക്യം തന്നെ വായിക്കാം. രാവിലെ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് എങ്കിലും ഹാലിലെ ജസ്റ്റ് ഇൻട്രഡക്ഷൻ ഒന്ന് പറയാം. എങ്കിലും രാവിലെ വായിച്ച അതേ വാക്യം തന്നെ വായിക്കാം. We're going to read from the same scripture that we read in the morning. There are people who were not there in the morning here. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയാണ്. സമയപരിധി കൊണ്ട് നിങ്ങൾ 32 വരെ വായിക്കുക, ബാക്കി 40 വരെയുള്ള വാക്യം വീട്ടിൽ പോയി വായിക്കുക. So we have read from Luke chapter 19, 28 to verse 40. Because of the shortage of time, we are reading from 28 to 32. The rest of it we go home and read. മതി. ഹല്ലേലൂയ. ഇതിനകത്ത് നിന്നായിരിക്കും ഇന്നത്തെ മെയിൻ ദൂതുകൾ നിങ്ങളോട് സംസാരിക്കുന്നത്. The key messages will be from this scripture portion that we have read. അതേസമയം ഉപവാസ പ്രാർത്ഥന എന്നത് നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്. The fasting prayer is for our spiritual edification. അടുത്തിരിക്കുന്നവർ കരം കൊടുത്തെന്ന് പറയാമോ? ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് ഓരോ ഉപവാസം. Take hands and say it's for spiritual edification. ആത്മീക വർധന പ്രാപിച്ചാൽ ബാക്കിയൊക്കെ പുറകെ വന്നോളും. If we receive spiritual edification, everything else will follow us. പലപ്പോഴും ഉപവാസം ഇരിക്കുന്നത് നമുക്കൊരു വിഷയത്തിന് വിടുതൽ അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ്. So secondly, we sit and fast in the presence of the Lord for deliverance or solving certain issues. അപ്പം ഇത് രണ്ടും ഇതിനകത്ത് സംഭവിക്കണം. So everything has to happen in this. ഓരോ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്കൊരു ആത്മീക വർധന ഉണ്ടാകണം. Every single fasting prayer should increase us in our spirit. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. We should have a change in our spirit, the way we pray. നമ്മുടെ വചന ധ്യാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. There should be a change in how we meditate on the word of God. ചില ഉപവാസങ്ങളാകട്ടെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനം എടുക്കുന്നത്. In certain fastings we take certain decisions that we may be praying every day. നാളെ അതിനെക്കുറിച്ച് ഒത്തിരി പറയും, പക്ഷേ പ്രാർത്ഥന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. So prayer should be our lifestyle. Tomorrow I'm going to speak more about it. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കരം കൊടുത്ത് പറ, പ്രാർത്ഥന നിന്റെ ലൈഫ് സ്റ്റൈൽ Can we ആയിരിക്കണം. shake hands and say that prayer should be your lifestyle? എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതല്ല. Not just praying once a week. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എത്ര തിരക്കിനിടയ്ക്കും നിന്റെ ഒരു ഭാഷനായിരിക്കണം, നിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നത്. Every day, howsoever busy you are, every day morning as well as evening, that should become your lifestyle that you pray. ഇവിടെ പിന്നെ അധികം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആരും കഴിക്കാറില്ല. Usually people don't eat so much breakfast. ഞങ്ങളുടെ ഇന്ത്യയിലൊക്കെ 9-9:30 ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലേ 11 മണിയാകുമ്പോഴത്തേന് ക്ഷീണം, ഷുഗർ ലെവല് കുഴയുന്നു. ഹാലേലൂയ, പല പ്രശ്നങ്ങളാണ്. In India, people want to have breakfast by 9:30. Otherwise, by 11, they are all hypos.
ആ സമയത്ത് അവർക്ക് അത് കിട്ടിയിരിക്കണം. So they need their breakfast in the right time. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യനെ, നമ്മുടെ ആത്മീക മനുഷ്യനെ, ഇന്നർമാനെ ബലപ്പെടുത്താൻ എന്നും പ്രഭാതത്തിലും വൈകിട്ടും അതിനാവശ്യമുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. Likewise, so that our inner man may be strengthened, we must give him the food that is in the morning as well as the evening. നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണ്, പുറത്തെ മനുഷ്യൻ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നമ്മുടെ അകത്തെ മനുഷ്യൻ കൂളായിട്ടിരിക്കും. If our inner man is strong, whatever our outer man does, our inner man will remain calm. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നീ ആരെ കണ്ടാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരത്തില്ല. If your inner man is strong, even if you see any kind of person, you won't be angry so easily. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നീ ചാടിക്കറി സംസാരിക്കത്തില്ല. So if your inner man is strong, you won't be impulsive in your speech. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നീ എല്ലായിടത്തും സൗമ്യനായി ഇടപെടും. So if your inner man is strong, you will be pleasant everywhere. അതുകൊണ്ട് ഓരോ ഉപവാസ പ്രാർത്ഥനകളും നമ്മുടെ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നതാകട്ടെ. So every fasting prayer should empower our inner man. ഈ അകത്തെ മനുഷ്യൻ സ്ട്രോങ് അല്ലെങ്കിൽ എന്താ പറ്റുന്നറിയാം. If the inner man is not strong, what happens? പുറമേ ഉള്ള മനുഷ്യൻ പറയുന്നത് നമ്മൾ കേൾക്കത്തുള്ളൂ. So we will start listening to our outer man alone. അവരെന്നാലും അങ്ങനെ പറഞ്ഞ് രണ്ട് പറയാതെ He spoke like that. I should respond with few words. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ പറയും. If the inner man is strong, we will say, വേണ്ട വിട്ട് അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. it's all right, I'll just pray for him. ആരും മിണ്ടുന്നില്ല. Amen. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഉപവാസ പ്രാർത്ഥന ആത്മീക വർധനവിന്റെയും ഡെലിവറൻസിന്റേതുമായിരിക്കണം. So fasting prayer is for spiritual edification and deliverance. ഡെലിവറൻസുമായി ബന്ധപ്പെട്ട ഒരു പദം ഈ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരും. അതിനു മുമ്പ് യെശയ്യാവ് 35:7 ഒന്ന് വായിച്ചേ. I'll come back to deliverance from the scripture portion that we read. Before that, let us read from Isaiah chapter 35 verse 7. ഒരു ദൂത് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറാം. I would like to share one word from there and then we'll move on. മരീചിക ഒരു പൊയ്കയായും ശ്രദ്ധിച്ച് കേൾക്കണേ. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്തു തന്നെ അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. പുല്ലും ഓടയും ഞാങ്ങണയും വളരും. നിങ്ങൾ അത് വേണേ അണ്ടർലൈൻ ചെയ്തോണം. Could you underline these verses? The burning sand shall become a pool, and the thirsty ground springs of water. In the haunt of jackals where they lie down, the grass shall become reeds and rushes. ബൈബിൾ പറയുന്നു കുറുക്കന്മാർ കിടന്ന സ്ഥലത്ത് തന്നെ. The Bible says where the jackals used to haunt, പുല്ലും ഓടയും ഞാങ്ങണയും വളരും. grass shall become reeds and rushes. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണേ. ആ ഒരു ദൂത് ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി പറയുക. Could you pay attention? There is a word for someone here. അവിടെ പറയാണ് മരീചിക പൊയ്കയായി മാറും. There it is written that the burning sand will become a pool. മരീചിക എന്ന് പറഞ്ഞാൽ When the burning sand means ഇവിടെ നിന്ന് നോക്കുമ്പോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നും. when we look from afar, it look like something is there. പക്ഷെ അടുത്ത് എന്ന് നോക്കുമ്പം ഇവിടെ ഉള്ളതിനെക്കാട്ടി ശൂന്യമാ, ഡ്രൈയാ. But when you closer there, you will find that it is much more dry than what you are thought. ഇവിടെ മരുഭൂമി നിന്നാ നോക്കുന്നതെന്ന് ഇരിക്കട്ടെ. If you are standing here from the wilderness and watching, അവിടെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചാ പോകുന്നത്. you be thinking that there is something there. പക്ഷെ ഇവിടുത്തേനെക്കാട്ടി ഡ്രൈ അവിടെ ചെല്ലുമ്പം. But as you go closer, you see that it is much more drier than പക്ഷെ here. ദൈവവചനം പറയുന്നു But the word of God ഞാൻ ഈ says, മരീചികയെ പൊയ്കയാക്കി മാറ്റും I'm going to make this burning sand into a pool. എന്ന് പറഞ്ഞാൽ What does it mean? നമുക്കറിയാം ഒരു കല്ല് വെള്ളത്തിലിട്ടിട്ട് എടുത്താൽ We know that if you put a stone into the water and pick it up, 5 മിനിറ്റ് കൊണ്ട് അല്ലെ 2 മിനിറ്റ് കൊണ്ട് അത് ഡ്രൈ ആകും. within 5 minutes it will dry up. അതേസമയം ഒരു കുറച്ച് കഞ്ഞി എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളിയിൽ വെച്ചാൽ So, but if you put certain cotton inside there and pick it up, കഞ്ഞി എടുത്ത് മുക്കി വെളിയിൽ വെച്ചാൽ if you dip a cotton and put it out, 2 ആഴ്ച കഴിഞ്ഞാലും അതിനകത്തൊരു നനവ് കാണും. even after 2 weeks it will still be wet. ഇവിടെ ബൈബിൾ പറയുന്നത് ഈ മരീചികയെ ഞാൻ ഇതുപോലെ പൊയ്കയാക്കി മാറ്റും എന്ന് വെച്ചാൽ ഡ്രൈ ആയി കിടക്കുന്നത് നനവുള്ളതാക്കി മാറ്റും. Likewise, the word says that what is dry, I will make it wet. ഹല്ലേലൂയ. ഇന്ന് ഡ്രൈ ആയി കിടക്കുന്നിടത്തൊക്കെ ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോകുകയാണ്. Wherever it is dry, we are going to see the work of God today. എന്റെ പ്രാർത്ഥനാ ജീവിതം ഡ്രൈ ആണോ? ഒരു ദൈവ
ദൈവപ്രവൃത്തി കാണാൻ Oh, പോകുകയാണ്. if your prayer life is dry, you're going to see the work of God today. നിന്റെ ഫൈനാൻഷ്യൽ മേഖല ഡ്രൈ ആണോ ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോകുകയാണ്. If your financial areas are dry, you're going to see the work of the Lord there. നീ എവിടെയൊക്കെയാണോ ഡ്രൈ ആണെന്ന് തോന്നുന്നത് അവിടെയൊക്കെ ഒരു ദൈവപ്രവൃത്തി, ഒരു നനവ് നീ കാണാൻ In പോകുകയാണ്. whichever areas you are dry, you are going to experience the work of God. You're going to see a witness. ഞാൻ പറയുന്നു, വരണ്ട നിലം ഞാൻ നീലോടമയാക്കി മാറ്റാം. Again, I want to tell you that I'm going to make the wilderness a stream. വരണ്ട നിലം നീലോടമയാക്കി മാറ്റും. I'm going to make the wilderness a stream. ഡ്രൈ ആയി കിടക്കുന്നിടത്ത് ഞാൻ ഉറവകളെ തുറന്നു വിടുമെന്ന്. Where it is dry, I'm going to bring forth streams there. നിങ്ങൾ ഡ്രൈ എന്ന് പറയുന്നിടത്ത് ഞാൻ ഉറവകളെ തുറന്നു വിടുമെന്ന്. The area where you say it is dry, I'm going to send out a stream ഈ there. ഉപവാസത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചിലത് ദൈവം തുറന്നു വിടട്ടെ. Oh, in this fasting prayer, the Lord is going to open certain doors for certain families. നാളുകളായി വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ചില വീടുകളുടെ ഓപ്പണിംഗുകൾ ഉണ്ടാകട്ടെ. As you've been praying for a house for long, the Lord is going to give you a key in the hand. ചില രജിസ്ട്രേഷനുകൾ നടക്കേണ്ടത് നടക്കട്ടെ. The Lord is going to give certain registrations. വീടുകൾ റെഡിയാകുന്നത് The Lord is going to give certain permanent residency. എന്തൊക്കെയാണോ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിനകത്തൊക്കെ ചില ദൈവപ്രവർത്തികൾ കാണട്ടെ. Oh, you're going to see the help of the hand of God for whatever reasons we've been praying for. ദൈവസന്നിധിയിൽ നീ ഇരുന്നാൽ ഞാൻ നല്ല സൂപ്പർനാച്ചുറലായ ദൈവപ്രവർത്തികൾ നിന്റെ ലഭിക്കും. When you see the presence of the Lord, it's not going to be natural. You're going to see certain supernatural workers. And that is what pay attention to the next thing. കുറുക്കന്മാർ കിടന്ന ഇടത്ത് തന്നെ. The place where the jackals were lying down. അതിനർത്ഥം എന്തുവാ? What does it mean? ഹല്ലേലൂയ. ഇതിനകത്ത് പ്രായമായിട്ടുള്ളവർക്ക് കുറച്ച് പേർക്ക് മനസ്സിലാകും. Those who are older here, you may be able to understand. നാട്ടിൽ പഠിച്ചവർക്കും വളർന്നവർക്കും മനസ്സിലാകും. Those who have lived in India, those who have lived in Kerala, you understand it. ഞാൻ വിശദീകരിക്കാം. Let me explain this. ഇപ്പൊ ഇല്ല, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പശുവിനെ വളർത്തുവാൻ, നാടിനെയൊക്കെ വളർത്തുവാൻ. So in olden days, we used to have cows and goats in a home. ഇപ്പൊ പശുവിനെ അങ്ങനെ വളർത്തുന്ന ഒരു വീടാണെങ്കിൽ So if there were cow or goat in the home, തൊഴുത്തിൽ നിന്ന് സ്ഥിരമായി അഴിച്ചു വെക്കുന്ന ഒരു സ്ഥലം കാണും. so there will be a place from cattle shed. They will set the cattle. They will tie them outside. ഒരു മാവിന്റെ ചുവട്ടിലോ ഒരു പ്ലാവിന്റെ ചുവട്ടിലോ ഒരു മുരിങ്ങയുടെ ചുവട്ടിലോ ഒക്കെ സ്ഥിരം അഴിച്ചു കിട്ടും. It may be under a good tree or a jacket tree. ഇതിന്റെ ചുവട്ടിൽ ഒരു കറിവേപ്പിന്റെ തൈ പോലും ആരും കൊണ്ടുവന്നില്ല. So they will not put even any plant. They will not be planting there. എന്താ റീസൺ? You know why? ഇത് ചവിട്ടി കളയോ നമുക്കറിയാം അല്ലേ? We know if this animal will just trample over it. ഇവിടെ എന്റെ ബൈബിൾ പറയുക, My Bible says ഇവിടെ കുറുക്കന്മാര് സ്ഥിരമായിട്ട് രാത്രി കൂട്ടത്തോടെ വന്ന് കിടക്കുന്നിടത്ത്, place where the jackals used to come in big groups and lie down. നിങ്ങൾക്ക് ദൂത് പിടി കിട്ടുന്നുണ്ടോ? Do you understand ദൂത് that? പിടി കിട്ടുന്നെങ്കിൽ ഒരു ആമേൻ പറയണം. Do you understand the message? കുറുക്കന്മാരെല്ലാ രാത്രിയും സ്ഥിരമായി വന്ന് There the jackals come permanently and lie down. ഞാൻ അവിടെ തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും കിളിർപ്പിക്കുമെന്ന്. In the very same place, I'm going to grow the grass that will become reeds and rushes. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്നിടത്ത് ഞാൻ നിനക്ക് വേണ്ടി സാധ്യതകളെ തുറക്കും. In one word, the meaning is thus that if there is no chance with such a place, that I'm going to bring forth opportunities. ഞാൻ ഹാലലി നീ നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ഞാൻ നിനക്ക് ചിലത് നടത്തി തരും. Where you say it is impossible, I am going to make it possible for you. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനെ ഞാൻ കോമയാക്കി മാറ്റും. Where you have put a full stop, I will change it to a comma. അയ്യോ ദൈവമേ നടക്കത്തില്ല, Oh Lord, it will not happen. നീ നിർത്തി. You stop. ദൈവം പറയും, മോനെ ഞാൻ ഇവിടുന്ന് തുടങ്ങാൻ പോകുക നിനക്ക് വേണ്ടി. The Lord says, my son, I'm going to start from here for you. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത്. There you put the full stop. സിസ്റ്റർ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് Oh ഇട്ടെടുത്ത്. sister, where you had put the full stop. ബ്രദർ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് Oh ഇട്ടെടുത്ത്. brother, where you had ഞാൻ put the full തുടങ്ങാൻ stop. പോകുകയാ. I'm going to begin ഞാൻ from ആരംഭിക്കാൻ there. പോകുകയാ. I'm going to begin ഞാൻ from നിനക്ക്
വേണ്ടി ചിലത് ചെയ്യും. I'm going to do certain things for നീ you. പറഞ്ഞില്ലേ ഒരു സാധ്യതയുമില്ലെന്ന്. You said it is നീ impossible. പറഞ്ഞില്ലേ ഒന്നും നടക്കത്തില്ലെന്ന്. You said it will not നീ happen. പറഞ്ഞില്ലേ മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ലെന്ന്. You said there is no way forward. നീ പറഞ്ഞില്ലേ എനിക്ക് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ലെന്ന്. You said I have no chance of getting a job there. അവിടെ തന്നെ നിന്നെ മാനിക്കാൻ പോകുക. In the very same place I'm going to honor you. അവിടെ തന്നെ ദൈവപ്രവൃത്തി നീ കാണാൻ പോകുക. In the very place I'm going to see the work of അവിടെ God. തന്നെ അത്ഭുതം നീ കാണാൻ പോകുക. You're going to see miracles there itself. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. I often say this. നിനക്ക് ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അമേരിക്കയെ കൊണ്ടുപോയി തരുന്ന ദൈവം അല്ല എന്റെ ദൈവം. It is not a God. If you lost something in Australia, God will take you and give you something in America. നിനക്കെ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം കൊണ്ടുപോകും. If God has a plan to take you to America, He'll take you there surely. പക്ഷെ നീ കരഞ്ഞ മണ്ണിൽ നീ നിലവിളിച്ച സഭാ ഹാളിനകത്ത് നിന്നെ മാനിച്ച് ഓണർ ചെയ്തിട്ട് ദൈവം നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. But the very soil in which you wept, very soil in which you worship the Lord will honor you first, then He'll take you നിന്റെ elsewhere. കൂട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിച്ചതിന് ശേഷമേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. Among your peers, among your fellow believers, among your family members, the Lord will honor you first, then He'll take you somewhere ഇവിടെ else. പറയുന്നു കുറുക്കന്മാർ പാർക്കുന്ന ഇടത്ത് തന്നെ Wherever the jackals lie down, in the very same place, ഞാൻ ചിലത് കിളിർപ്പിക്കാൻ പോകുക. I'm going to grow certain things. ആരാ പറയുന്ന സാധ്യതകളില്ലെന്ന്? Who said it is impossible? നിനക്ക് വേണ്ടി ചില സാധ്യതകളെ ദൈവം തുറക്കാൻ പോകുക. God is going to open opportunities for ആരാ you. പറയുന്ന നടക്കത്തില്ലെന്ന്? Who says it is അവിടെ impossible? തന്നെ ചിലത് നടന്ന് കാണാൻ പോകുക. God is going to make it അയ്യോ possible. പാസ്റ്റർ ജോലിയിൽ ഭയങ്കര വിഷയമാ. Oh, there are many issues I'm facing in my work. റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. I'm thinking whether I should resign. നിന്നോടാ ദൂത് അവിടെ തന്നെ നിന്നെ മാനിക്കും. The Lord will honor you there itself. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് ദൈവത്തെ Those who സ്തുതിച്ച്. believe, you clap hands and worship the Lord. വിശ്വസിക്കുന്നവർ കരമടിച്ച്. Those who believe, worship the വിശ്വസിക്കുന്നവർ Lord. കരമടിച്ച്. Hallelujah. Yes, yes. ഇന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തികൾ കാണട്ടെ. കുടുംബങ്ങളുടെ മേലത് വെളിപ്പെടട്ടെ. കുടുംബങ്ങളുടെ മേലത് വെളിപ്പെടട്ടെ. Let it be revealed on your family. ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. The power and authority of the Lord be revealed on your family. യേശുവിന്റെ In നാമത്തിൽ. the name of Jesus. In the യേശുവിന്റെ name of നാമത്തിൽ. Jesus. In the name of Jesus. In the name കരമടിച്ച് of അല്പസമയം. Jesus. കരമടിച്ച് അല്പസമയം. Clap and worship the Lord. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച്. Worship the Lord in tongues. അന്യഭാഷയിൽ ദൈവത്തെ Worship the സ്തുതിച്ച്. Lord in tongues. യേശുവിന്റെ നാമത്തിൽ. ഈ ഉപവാസം ഒരു ബ്രേക്ക് ത്രൂവിന്റെ ഉപവാസമാകട്ടെ. Oh, this is a fasting for a deliverance. ഒരു ദൈവപ്രവൃത്തി കാണട്ടെ. May the work of God. ദൈവസഭയോട് വീണ്ടും ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു. The Holy Spirit very strongly tells the church. സ്വന്തമായ ചില ബിൽഡിങ്ങുകൾ ദൈവസഭയ്ക്ക് ദൈവം തരും. God is going to give you a place to worship. നിങ്ങൾ ആമേൻ പറയുന്നില്ല. You didn't say amen. നിങ്ങൾ ആമേൻ പറയുന്നില്ല. Oh, riba baba rakata labani kada സഭ labasia. പാസ്റ്ററുടെ എല്ലാ സഭ നിങ്ങളുടെ ഓരോരുത്തരുടെയുമാ. Not just of the pastor, it belongs to each of you. അദ്ദേഹത്തിനെ ഇതിന്റെ നേതൃത്വത്തിൽ നിർത്തിയിരിക്കുക. The Lord has kept him in leadership. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, If you pray for the church, സഭയ്ക്ക് ഒരു ദൂത് വരുമ്പോൾ നീ അതിനെ കയറി പിടിച്ചാൽ, when you get a message for the church, if you catch hold of it, നിന്റെ കാര്യങ്ങളെ ദൈവം സെറ്റിൽ ചെയ്യുക. the Lord will settle your issues. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. Those who believe, say amen. ആത്മാവെന്നോട് പറയുന്നു, The Holy Spirit tells me സഭയുടെ ഒരു ഷിഫ്റ്റിന്റെ സമയമായത്. this is a time for a shift for the church. ഒരു മേജർ ഷിഫ്റ്റിന്റെ സമയമാ. This is a time for a major shift. കൂട്ടമായി ആത്മാക്കൾ കടന്നു വരാൻ പോകുന്നു. Oh, there are a big group of souls are going to come in here. അനേക സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. Oh, many baptisms are going to take place. വലിയ ദൈവപ്രവർത്തികൾ ദൈവസഭ കാണാൻ പോകുന്നു. The church is going to see a mighty work of ഒരു the Lord. മുന്നേറ്റത്തിന്റെ സമയമാണിത്. This is a time to move forward. ദൈവപ്രവർത്തികളുടെ സമയമാണിത്. This is a time for the work of the Lord. ദൈവത്തിന്റെ ആത്മാവ് ആലോചന This അറിയിക്കുന്നു. is what the Holy Spirit says. അസാധാരണമായ ഹീലിംഗുകൾ Extraordinary healing. ഈ സഭയ്ക്കകത്ത് നടക്കാൻ It's പോകുകയാണ്. going to happen inside this ദൈവത്തിന്റെ church. ഹീലിംഗുകൾ There will be healings. നടക്കാൻ പോകുകയാണ്. It is going to happen in this church. അനേകരെ ഈ സഭയുടെ ശ്രുതി ദേശത്ത് പരക്കാൻ പോകുകയാണ്. And the knowledge about this church is going to spread about in this way. ദൈവം ഇതിന്റെ ശ്രുതി
ദേശത്ത് പകർത്താൻ പോകുക. Fame of this church is going to spread out in the land. അനേക കുടുംബങ്ങൾ ഇതിനകത്ത് കയറി വരാൻ പോകുക. Several families are going to come in here. ചില മർത്തോമ ഓർത്തഡോക്സ് ബെൽറ്റുകളെ പൊട്ടിച്ച് ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് കയറി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. People from different church backgrounds are going to come inside here. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ദൂത് കേട്ട് ചിലർ കയറി വരാൻ പോകും. You will know the truth and the truth will set you free. The people are going to hear this message and they are going to come in here. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. We're coming back to the verse that we read. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വേഗത്തിൽ. Let us read again. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 28 മുതൽ 31 വരെ. Luke chapter 19, 28 to 32. 40 വരെ നിങ്ങൾ വായിക്കണം, പിന്നീട് എപ്പോഴെങ്കിലും വായിക്കണം. You must go home and read up to 40. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവ് മലയരികെ ബെത്ഫാഗയ്ക്കും ബഥാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെയും ഇതാണ് എടുത്തത്. This was the same portion we meditated this morning. രാവിലെ കുറച്ച് പേരുണ്ടായിരുന്നു, അവർക്കത് കേട്ടു. അതിലേക്കല്ല ഞാൻ പോകുന്നത്. I'm not going into the same part again. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുക. I'm coming into the word that the Lord has given tonight. ഒരു വ്യക്തിയിലോ വസ്തുവിലോ ദൈവത്തിന്റെ കണ്ണുടക്കിയാൽ അതായിരിക്കുന്ന നിലവാരത്തിൽ തുടരത്തില്ല, മുൻപന്തിയിൽ വന്നിരിക്കും. Or if the Lord's eyes are locked on to a person or a thing, it will not remain in the same state. It will come to the forefront. അത് കൽപാത്രമായാലും കഴുതയായാലും ശിമോൻ പത്രോസായാലും. Whether it is a stone vessel, whether it is a donkey, or is it Simon Peter. വീണ്ടും ആ ദൂത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പതിയാൻ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. So that it may impress in your mind. I'm repeating it again. എന്നെ മറന്നാലും ഞാൻ പറയുന്ന ദൂതുകൾ നിങ്ങൾ മറക്കരുത്. Even if you forget me, do not forget the words that I speak today. നിങ്ങളുടെ ലൈഫിൽ ഇത് ചേഞ്ചിനെ കൊണ്ടുവരും. This is going to bring forth a change in your life. ഒരു വ്യക്തിയിലോ വസ്തുവിലോ ദൈവത്തിന്റെ കണ്ണുടക്കിയാൽ, If over a person, over an object, if God's eyes get locked in, അതായിരിക്കുന്ന നിലവാരത്തിൽ തുടരത്തില്ല, it will not continue in the same state as it അത് is. മുൻപന്തിയിൽ വന്നിരിക്കും. It will come to the forefront. അത് കൽപാത്രമായാലും കഴുതയായാലും ശിമോൻ പത്രോസായാലും, Whether it is a stone vessel, whether it is a donkey or Simon Peter, അത് എന്തിലൊക്കെ നിങ്ങൾ മുൻപന്തിയിൽ വരും. whatever it is, it will come to the forefront. നിങ്ങൾ സ്പിരിച്വലി മുൻപന്തിയിൽ വരും. They will come to the forefront. നിങ്ങൾ ഫിസിക്കലി മുൻപന്തിയിൽ വരും. You will spiritually and physically come to the front. നിങ്ങൾ ഫൈനാൻഷ്യലി മുൻപന്തിയിൽ വരും. In your finances, you're going to come to the front. ദൈവം നമ്മളെ വിളിച്ചത് ഒരു നിത്യതയ്ക്ക് വേണ്ടിയാണ്. The Lord has called us for an eternity. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ While we are on this earth, ആരുടെ മുമ്പിലും തലകുനിഞ്ഞു നിൽക്കാൻ ദൈവം the ആഗ്രഹിക്കുന്നില്ല. Lord does not desire that we should bow our heads before another നീ person. ഒരു ദൈവ പൈതലാണെങ്കിൽ എല്ലാ ഇടത്തും തല ഉയർത്തി നിൽക്കുക. If you are a child of God, at every place the Lord wants you to raise your head. നിന്റെ ഓഫീസിലായാലും നിന്റെ വീട്ടിലായാലും എവിടെയാണെങ്കിലും In your office, in your home, everywhere, നീ തല ഉയർത്തി നിൽക്കണം. you will stand with your head upright. ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ ഏകദേശം 15-ലധികം ഭാഗമാണ് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമേ, നീ തല ഉയർത്തി നോക്ക്. In Genesis, at least 15 times God spoke to Abraham and said, "Oh Abraham, raise your head." എവിടെയൊക്കെ അബ്രഹാം വിഷമിച്ചിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ സ്വർഗ്ഗം ഇറങ്ങിയിട്ടുണ്ട്. So wherever Abraham was in distress, there all heaven came down. അവിടെയെല്ലാം ദൈവം പറയുന്നു, അബ്രഹാമേ, നീ തല ഉയർത്തി നോക്ക്. In every such place, the first thing that the Lord told was, "Abraham, raise your head." അന്നും ഇന്നും ദൈവം അത് ആഗ്രഹിക്കുന്നത്. Oh, there, then and today, that is what the Lord's desire is. ബൈബിളിൽ നിന്ന് 1-2 ഉദാഹരണം പറഞ്ഞ് പ്രാർത്ഥിക്കാം. I want to read a couple of examples from the Bible and pray. രാവിലെ കൽപാത്രത്തെ തൊട്ടു, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. We're not going into the stone vessel of which we discussed in the morning today. പത്രോസിനെ ഞാനൊന്ന് തൊടുകയാ. I'm going to touch Peter tonight. ഗലീല കടൽക്കരയുടെ തീരത്ത് He was at the side of the Sea of Galilee. അനേക ചെറുപടകുകളും വലിയ പടകുകളും കിടപ്പുണ്ട്. There were many big boats as well as small boats. മുക്കുവന്മാരെല്ലാം രാത്രിയിൽ കടലിൽ പോയിട്ട് All the fishermen had gone out into the sea, പ്രഭാതത്തിൽ അവർ മീൻ ലേലത്തിന് വെച്ചിട്ട് selling their fish on an auction in the morning. തിരക്ക് പിടിച്ചോടുന്ന ഒരു യാത്രയാ. It was a very busy morning. ഒന്നുകൂടി പറഞ്ഞാൽ, In other words, ഒരു മാർക്കറ്റിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ, അതുപോലെ ആ കടൽ തീരം ബിസിയാണ്. so there was a
seashore is very busy as like a market. ഒരു സൈഡിൽ ലേലം വിളി നടക്കുന്നു മീന്റെ, On one side, the auction is happening of the fish. നേരത്തെ മീൻ വിറ്റവർ വീട്ടിലേക്ക് പോകുന്നു, Those who sold the fish earlier, they're going home. ചിലർ സാധനം മേടിക്കാൻ പോകുന്നു. Some people are going to buy other things, grocery. ഈ ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്തേക്ക് Near the Gennesaret lake, എന്റെ യേശു കടന്നു വരികയാ. Jesus comes there. ഒത്തിരി പേരവിടെയുണ്ട്. There's so many people there. അവന്റെ കണ്ണുടക്കിയില്ല. Nobody did Jesus pay attention. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന് വല കഴുകുന്ന ഒരു മനുഷ്യനിലേക്ക് യേശുവിന്റെ കണ്ണൊന്നുടക്കി. Jesus' eyes went on to a person who had worked hard all night but did not get anything, yet he was washing his net. വെല്ലെ അവന്റെ അടുക്കലേക്ക് ചെന്നു. Slowly he approached him. അനേകരുണ്ടെന്ന് ഓർത്തോണം ആ കടൽ തീരത്ത്. There were so many people at the shore. ആരുടെയും കണ്ണിൽ യേശു പെട്ടില്ല. Attention did not go on to anyone else. യേശുവിന്റെ കണ്ണിലും ആരും പെട്ടില്ല. Nobody's attention came to Jesus as well. പക്ഷേ വിഷമത്തോടെ ഭാരത്തോടെ ഇരുന്ന് വല കഴുകുന്ന ഒരുത്തന്റെ മേൽ യേശുവിന്റെ കണ്ണുടക്കി. Jesus' attention came upon a man who was in pain that he did not gain anything last night. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ആത്മാവി ഞാനൊരു ദൂത് പറയാം. Tonight I want to tell something in the spirit. നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നീ വേദനിച്ചിരിക്കുമ്പോൾ, നിന്റെ ഭാര്യ കണ്ടില്ലെങ്കിലും ഭർത്താവ് കണ്ടില്ലെങ്കിലും നാട്ടുകാരും കൂട്ടുകാരും കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, അതെന്റെ ഉടയവന്റെയാ. When you're upset or burdened, when your wife or your peers or the rest of the people do not see you, there is one eye that notices you. That is my Father's eye. ഹല്ലേലൂയ. നിങ്ങളുടെ കാണുന്ന ഒരു കണ്ണുണ്ട്. There is an eye that watches over you. കണ്ണിനെ കുറിച്ച് എന്റെ ബൈബിൾ പറയുന്നത് അഗ്നിജ്വാലക്കൊത്ത കണ്ണാണ്. About that eyes, my Bible says it is a fiery eye. ഒറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ച കണ്ണാണ്. It is the same eye that created everything by one word. ഹല്ലേലൂയ. 6-ാം ദിവസവും ഓരോന്നും സൃഷ്ടിച്ചിട്ട് ഗുഡ് 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 എന്ന് പറഞ്ഞ കണ്ണാണ്. It is the eyes that created everything on 6 days, and every day he said good, 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 good. ആരും കാണുന്നില്ലെന്ന് നീ പറയുമ്പോഴും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. When you see that nobody is no watching me, nobody is seeing me, there is somebody who is watching you all the അത് ഞാൻ time. പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. Oh, Jesus of whom I preach. യേശു നിന്നെ കാണുന്നുണ്ട്. Jesus seeing you. യേശു നിന്റെ സാഹചര്യം കാണുന്നുണ്ട്. Jesus is looking at your circumstances. യേശു നിന്റെ അവസ്ഥ അറിയുന്നുണ്ട്. Jesus understands your situation. എന്റെ യേശുവിന്റെ പ്രത്യേകത, What is the uniqueness of my Jesus? അവൻ ഒരുവനെ കണ്ടാൽ, If he sees someone, അവന്റെ അടുക്കൽ വന്നാൽ, if he comes to someone, അവന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. he will change his situation. അവനൊരു ചേഞ്ച് ഉണ്ടാകും. There will be a change. അവൻ നാച്ചുറൽ ആയിരിക്കും, പടിനറിയായി മാറും. He may be natural, he may be ordinary, but he becomes extraordinary thereafter. ഹല്ലേലൂയ. Hallelujah. യേശു പത്രോസിന്റെ ശീമോന്റെ അടുക്കൽ വന്നു. Jesus came to Simon Peter. ആദ്യം ഒന്നും ചോദിച്ചില്ല, ഒറ്റ കാര്യം ചോദിച്ചോളൂ. He just asked one thing. നിന്റെ പടക എനിക്കൊന്ന് വിട്ടു തരുമോ? Could you lend your boat for a while? അവൻ പറഞ്ഞു, അതിനെന്താ വിട്ടു തരാം. Oh, it's okay. I'll give you my boat. രാത്രി നമ്മുടെ ജീവിതമാകുന്ന പടക യേശുവിന് വിട്ടുകൊടുക്കുക. Tonight, if you are able to lend the boat, that is your own life. നമ്മൾ ഒത്തിരി ബിസി ആയിരിക്കും. You may be very busy. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും സഭയിൽ പോകുന്നതിനും മുടക്കം വരുത്തരുത്. You should have no excuse to that you should not let go of your prayer or meditation of the word of God or going to the church. നിങ്ങൾ പിണങ്ങത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. If you are not upset, let me tell you one thing. ഇന്ത്യയിൽ നിന്ന് വന്ന പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. Don't misunderstand that the pastor came from India and said something like this and went off. ചില എക്സ്ട്രാ ഡ്യൂട്ടി നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഒരു 6 മാസം ഇരുന്ന് നോക്കാം. You may cancel some of your extra duties and sit in the presence of the Lord for 6 months. ഒരു മാറ്റം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. If you do not see a change, you നിങ്ങളുടെ call പാസ്റ്റർ അടുത്ത് me. പോയി പറ. You can go to your pastor and tell ഒരു him. മിനിറ്റ് പോലും ഇല്ല, തിരക്ക് പിടിച്ചോടുകയാണ്. Some people are very busy. They're running after their work. എന്നാ തിരിഞ്ഞു നോക്കുമ്പോ വല്ലതും ഉണ്ടോ? But if you look back, do you have any earnings? കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതേ ഉള്ളൂ, പക്ഷേ വേറെ ഒന്നുമില്ല. You are just everyday, day-to-day life is moving on, but you don't have any savings. പക്ഷെ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തേ. Can you please relax? അയ്യോ പാസ്റ്റർ, മോർഗേജ്, Pastor, I have to pay mortgage. ടാക്സ്. I have to pay the taxes. പക്ഷെ നിങ്ങളൊന്ന് ഹല്ലേലൂയ, നിങ്ങൾ നമ്മുടെ തീരുമാനം എടുക്കുമ്പോ ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞത് ഓർത്തോണം, സകല പ്രശ്നങ്ങളും കയറി വരും.
So when you take decisions, as I told you, you will have all kind of problems. പക്ഷെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ But if you stand firm on your decision, 1 2 3 മാസം നീ സ്ട്രഗിൾ ചെയ്യൂ, അത് കഴിയുമ്പോൾ ഫുൾ ഫ്രീഡത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ കണ്ടിരിക്കും. 1 or 2 or 3 months you may struggle, but then thereafter you will see work of God in full freedom. ഹല്ലേലൂയ. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ If you are able to stand firm on your decision, ദൈവപ്രവൃത്തികൾ കാണാൻ കഴിയും. you are going to see the work of ഞാൻ God. അവിടെ നിന്ന് മാറുകയാ. I'm changing from ഹല്ലേലൂയ. there. പടക് യേശുവിന് വിട്ടുകൊടുത്തു. He lent the boat to യേശു Jesus. ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞു. Jesus spoke the gospel from there. അതിനുശേഷം അവനോട് ചോദിക്കുകയാണ്, Then he is asking one question. എന്താ നിന്റെ പ്രശ്നം? What is your problem? നിന്റെ പ്രശ്നം കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നവനല്ല എന്റെ യേശു. My Jesus is not a person who will look at your problem and go back. യേശു ഉണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. If Jesus is there, your problem will surely be solved. നിന്റെ പ്രശ്നത്തിന് ഒരു മറുപടി ഉണ്ട്. You will have an answer for your problem. അത് എന്നേക്കും നിലനിൽക്കുന്ന മറുപടി ആയിരിക്കും. It will be an eternal answer. അവനോട് ചോദിച്ചു, എന്താ പ്രശ്നം? What is your problem? അവൻ പറഞ്ഞു, ഗുരുവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, Rabbi, I worked whole night. ഒന്നും കിട്ടിയില്ല. I did not get anything. ഇതേയുള്ള പ്രശ്നം. Is that all? രാത്രി മുഴുവൻ അധ്വാനിച്ചു, I worked hard whole night. ഒന്നും കിട്ടിയില്ല. I did not get anything. അടുത്ത പദം യേശുവിന്റെ. Next, the word Jesus speaks is, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. can you move your boat to the depth and then you put the net there? ഗെന്നസറത്ത് തടാകത്തിന്റെ നീളവും വീതിയും ആഴവും അറിയാവുന്ന ശിമോൻ പത്രോസ്, Simon Peter, who knew the length and the breadth and the depth of Gennesaret, the lake, അവന് വേണമെങ്കിൽ പറയാം, he could have said, ഗുരുവേ പ്രഭ, രാത്രിയിലെ ഒന്നും കിട്ടിയില്ല, I did not get anything in the night. പിന്നെ ഈ പ്രഭാതത്തില് Now in this morning, what am I going to get? എടാ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പകലിനെ രാത്രിയാക്കാനും എന്റെ ദൈവത്തിന് കഴിയും. If God is with you, he can make your day into night. പക്ഷെ ഈ മനുഷ്യനില്ല കേട്ടോ. He did not give any answer to എടാ, Jesus. പകല് ഹല്ലേലൂയ, എടാ, ഈ കടപ്പുറത്ത് ജനിച്ചു വളർന്നതാ. I am born in the seaside. ഹല്ലേലൂയ, ചെറിയ പ്രായം മുതൽ കടലിൽ പോകുന്നതാ. From my youth, I am going into the sea. ശീമോന്റെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരിക്കൽ പകൽ ഒരുത്തനും വന്ന് വലയിറക്കുന്നത്. Simon had never seen anybody putting the net down in the daytime. പക്ഷെ യേശു പറഞ്ഞത് അവനെ അനുസരിക്കാൻ തീരുമാനിച്ചു. He decided to obey Jesus. രാത്രി മുഴുവൻ ഒന്നും കിട്ടാതെ ഈ മനുഷ്യൻ The man who did not get anything the whole night, യേശുവിന്റെ വാക്ക് തീരുമാനിച്ചു. at the word of Jesus, he decided to lower his net. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, Can you ശ്രദ്ധിക്കണേ. pay attention to me? യേശുവിന്റെ വാക്കിന് അവൻ എപ്പോൾ വലയിറക്കാൻ തീരുമാനിച്ചോ, The moment he decided to lower his net at the word of Jesus, സൃഷ്ടികർത്താവാണ് പറഞ്ഞത് വലയിറക്കാൻ. it was the creator who said, "Look, ഗെന്നസറത്ത് തടാകത്തിന്റെ ആഴങ്ങളിലും അടിത്തട്ടിലും കിടന്ന സകല മീനുകളും ഫുൾ സജീവമായി. oh, all the fishes that were in the depths of the lake of Gennesaret, they all became active." ഒരിക്കൽ പോലും മുകൾ പരപ്പിലേക്ക് വരാത്ത സകല മീനുകളും അടിത്തട്ടിൽ സജീവമായി. All the fishes who had never come upstream, they were all active. ഇവർക്ക് ഇപ്പൊ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? They all had only one desire. സൃഷ്ടികർത്താവ് പറഞ്ഞത് സൃഷ്ടി അനുസരിക്കുക. Oh, the creator has spoken, the creation has to obey. വീണ്ടും ഞാൻ ദൂതാവർത്തിക്കുന്നു. I am repeating the word. സൃഷ്ടികർത്താവ് എപ്പോൾ ഓർഡർ ഇട്ടോ, As the creator declared the order, സൃഷ്ടി മുഴുവൻ സജീവമായി. entire creation became active. ഇവർക്കിപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. They have only one purpose. ശീമോൻ പത്രോസിന്റെ വല They were aiming towards Simon's net. ആഴക്കടലിൽ കിടന്നത് സകലതും കേറി വന്നു ഈ വലക്കകത്ത് കയറി. All the fishes in the depth came up to inside the net. പത്രോസിന്റെ വല നിറഞ്ഞു. Oh, the net of Peter was full. എടാ, ഒരെണ്ണം പോലും അടിത്തട്ടിലില്ല. Nothing was remaining in the എടാ, depth. വന്നോണ്ടിരിക്കുക ബസ്. They're all coming സൃഷ്ടികർത്താവിന്റെ ഓർഡറാ. because it's the order of the ഇരിക്കാൻ creator. ഒക്കത്തില്ല. They cannot remain കേറി there. നോക്കൂ. They have to come സകലതും inside the വരികയാ. net. It is increasing. പടക് ഒന്ന് നിറഞ്ഞു, The boat was full. പടക് രണ്ട് നിറഞ്ഞു, The boat was filled again. വീണ്ടും വലിയ പടകിനെ വിളിക്കുന്നു. They put into the bigger എന്റെ boat. ബൈബിൾ പറയുന്നു, Then they saying, ചെറു പടകുകളും വലിയ പടകുകളും നിറഞ്ഞോണ്ടേയിരുന്നു. all the small boats and the big boats are full. എടാ, ആഴക്കടലിൽ കടന്ന സകലതും വന്ന് കയറുകയാ. Everything from the depth are coming in. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. Tonight the Holy Spirit has a word. നിറയ്ക്കുന്നവന്റെ നിറവ് ചില വീടുകളിൽ വെളിപ്പെടാൻ പോകുക. The filling of the filler is going to be revealed
filled in ചില the household. ശൂന്യതകൾ മാറാൻ The പോകുക. Lord is going to fill certain emptiness. ചില ദൈവപ്രവർത്തികൾ കാണാൻ പോകുക. You're going to see the work of the Lord. ഇതിനകത്ത് ചിലരെ കൊണ്ട് ചില ബിസിനസ്സുകൾ ദൈവം ചെയ്യിക്കാൻ പോകുക. God is going to make some people do businesses. സ്വന്തമായ ചില ബിസിനസ്സുകൾ ചെയ്യാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. God is going to raise certain people to do their own business. ചില ദൈവപ്രവർത്തികൾ കാണാൻ പോകുക. You're going to see the work of the Lord. എടാ ഹല്ലേലൂയ, പടകുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. The boats are being filled. ഇന്ന് രാത്രി ആരോടൊക്കെ ആത്മാവ് പറയുന്നു, The Holy Spirit speaks to ചില someone. നിറവുകൾ നിന്റെ കുടുംബത്തിൽ കാണാൻ പോകുക. You're going to see ചില certain ദൈവപ്രവർത്തി filling experience. നിങ്ങളോടാണെങ്കിൽ ഒരു ആമേൻ പറ, ഒന്ന് കരമടിക്ക, Amen. ഒന്ന് Can you ദൈവത്തെ say സ്തുതിക്ക. amen to it? Amen. നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ Amen. നിങ്ങളൊന്ന് Amen. കരമടിച്ചൊന്ന് Amen. ദൈവത്തെ Oh, സ്തുതിച്ചേ. clap hands, clap hands. Receive the promise. Receive the promise. Hallelujah. യേശുവിന്റെ അധികാരമുള്ള In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇന്ന് ചില ദൈവപ്രവർത്തികൾ കാണട്ടെ. God's work is being seen here. നിങ്ങൾ ഇവിടെ വന്നത് From India you came here. അഭിവൃദ്ധി പ്രതീക്ഷിച്ചല്ലേ? You came expecting a prosperity. അല്ലെങ്കിൽ ഇന്ത്യ കിടന്നാൽ മതിയല്ലേ? Otherwise you would have liked to remain there. Yes or no? Yes or no? Hallelujah. ഒരു ബ്ലെസ്സിംഗ്, അവിടുത്തേനെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ജീവിത സൗകര്യം പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ You ഇവിടെ were വന്നത്? expecting a better lifestyle from India. അങ്ങനെയാണെങ്കിൽ അത് ദൈവം തരുമെന്നേ. If so, God is going to give it to ഞാൻ you. പ്രസംഗിക്കുന്ന ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. But the God whom I preach, He will do it. എന്നും നാടൻ ഭാഷ പറഞ്ഞാൽ എന്നും പരിവട്ടവും കഷ്ടവും ബുദ്ധിമുട്ടും അല്ല. In everyday difficulty and affliction, not that way. അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. It is all part of our പക്ഷേ life, അതൊരു സീസണേ ഉള്ളൂ. but it is only for a season. ഹല്ലേലൂയ. വീണ്ടും നിനക്കൊരു ഉയർച്ചയുണ്ട്. There is an upliftment, elevation for you. വീണ്ടും 4-5 വർഷം അല്ല 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ചിലത് വന്നേക്കാം. You may have again after 4 or 5 years another sort of difficulties. അത് നിന്നെ ചിലത് പഠിപ്പിക്കാനാ. But that is just to teach you അത് something. കഴിയുമ്പോൾ വീണ്ടും നിനക്കൊരു ഷിഫ്റ്റ് ഉണ്ട്. Then again you will have a shift. ഹല്ലേലൂയ. അങ്ങനെ ഓരോ സമയത്തും നമുക്ക് ആത്മീകമായും ഭൗതികമായും ആ ഒരു ദൈവസഭയ്ക്കകത്ത് അല്ലെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ട്. There is an increase, there is a growth for our daily life in our spiritual as well as physical life. 25 കൊല്ലം മുമ്പ് മേടിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് നിനക്ക് ഇന്ന് ഇരിക്കാൻ ഒക്കത്തില്ല. You cannot remain with the same salary that you were getting 25 years ago. അന്നത്തെ വാടകയല്ല ഇന്നത്തെ വാടക, അന്നത്തെ ചെലവല്ല ഇന്നത്തെ ചെലവ്. Because the rent then is not the rent today, the expense then is not the expense today. ശരിയാണോ അല്ലയോ? Am I correct? ഹല്ലേലൂയ. ഞാൻ പ്രാക്ടിക്കൽ ലൈഫാ പറയുന്നത്. I'm talking about the practical life. പ്രോസ്പെരിറ്റി അല്ല പറയുന്നത്, പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ട കാര്യമാണ് പറയുന്നത്. I'm telling you about what is necessary. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബൈബിൾ പറയുന്നു നിന്നെ അനുഗ്രഹിക്കുമെന്ന്. The Bible says that in your day-to-day life you will be blessed. ദൈവം എവിടെയെങ്കിലും അനുഗ്രഹിക്കുമെന്നൊരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പദം വർദ്ധിപ്പിക്കുമെന്നാ. So if ever God says that He is going to bless you, the next word will be that He will multiply you. അനുഗ്രഹം കൊണ്ട് He will not stop with blessing. ഒരു വർധനവുണ്ട്. There will be a multiplication എല്ലാ മേഖലയിലും. in every area. അതുകൊണ്ടാണല്ലോ സകലതും രാജാക്കന്മാർ ഭയപ്പെടുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടും അബ്രഹാം പറയുന്നു ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. Hallelujah. Abraham had an abundance of increase of wealth that even the kings were vexed about it. He says that I am waiting for a city that the foundation has been laid by Jesus. ഈ ഭൂമിയിലുള്ളതൊന്നുമല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. I am waiting for something for which the Lord has laid the foundations. It is not on this earth. എന്താ അബ്രഹാമേ നിന്നെ അതിന് പ്രേരിപ്പിച്ച ഘടകം? Oh, what is that, Abraham, that encouraged you for that? ഇത്രയും മെറ്റീരിയൽ ബ്ലെസ്സിംഗ് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും Have you not received so much of material blessing? ഇത് പറയാനുള്ള റീസൺ എന്താണെന്നറിയാമോ? What is the reason that you are speaking thus for? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയോ? If you ask me, I will say അബ്രഹാം സ്പിരിച്വൽ മെച്ചേർഡ് ആയിരുന്നു. Abraham has become spiritually mature.
Abraham has become spiritually mature. കൽദേരുടെ ഊരിൽ നിന്ന് വിളിക്കുമ്പോൾ ഉള്ള സ്പിരിച്വൽ മെച്ചൂരിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. It is not the same maturity that he had when he was called out from the land of Chaldeans. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? Are you able to understand that? ഹല്ലേലൂയ. എല്ലാ മേഖലയിലും നമുക്ക് വളർച്ചയുണ്ട്. You are going to see an increase in every area. എല്ലാ മേഖലയിലും നമുക്ക് ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയും. You are going to see the work of God in every area. പക്ഷെ നമ്മളത് വിശ്വസിക്കണം. You have to believe. നമ്മളത് പറയണം. You have to proclaim it. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് ലൈഫിൽ മാറ്റം When വരുന്നത്. you speak confessing that, it will come into your life. ഈ മനുഷ്യന് വേണമെങ്കിൽ പറയാമായിരുന്നു. This man could have said, എടാ പണി നോക്കടേ, രാത്രി കിട്ടാത്തതാ ഇനി പകല് കിട്ടുന്നത്. you go your way. I could not get anything the whole night. Then am I going to get something in the day? എന്റെ ബൈബിൾ പറയുന്നു. But my Bible says ഹല്ലേലൂയ. അവൻ അതുപോലെ അനുസരിച്ചെന്ന്. he obeyed. ദൈവ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കണം. If you pay attention to God's word, ദൈവ ശബ്ദത്തിന് കാതോർക്കണം. if you are able to give your ear to the word of God, സഭയിൽ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നത്. not just when the servant of God is preaching that you hear God's word. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. In your prayer room, you will hear the voice of God. നിന്റെ ജോലി സ്ഥലത്ത് നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ In പറ്റും. your workplace, you will hear the voice of നീ God. ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. When you drive, you will have presence of God. ഹല്ലേലൂയ. ഏത് സമയത്തും നിനക്ക് ദൈവ സാന്നിധ്യം ക്യാരി ചെയ്യാനും അനുഭവിക്കാനും പറ്റണം. You will be able to carry the presence of God in all circumstances in every place. അത് ആത്മീക വർധനവിന്റെ ലക്ഷണമാ. That is a sign of spiritual edification. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, In Colossians, Paul says, നിങ്ങൾ ആത്മീക വർധന പ്രാപിച്ചും you may increase in your spirit. വചനത്തിൽ വേരൂന്നിയും വളരണം. You may be deeply rooted in the word of ഹല്ലേലൂയ. നിങ്ങൾ God. വചനത്തിൽ വേരൂന്നണം. You need to be deeply rooted in നിങ്ങൾ the word. റൂട്ടിലാണെങ്കിൽ If you are in the word, നിങ്ങൾക്കൊരു ഭയങ്കര ആത്മീക വർധനയുണ്ട്. you will have a spiritual growth. പെട്ടെന്ന് ആ വാക്യം എടുത്ത് വെച്ചാ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. Colossians chapter 1. കൊലോസ്യ ലേഖനം 1:13 ഒന്ന് വായിച്ചേ. ആ അപ്പൊ ആത്മീക വർധന പ്രാപിക്കണം. Colossians chapter 2:7 says that you may be rooted and built up in him, established in faith, just as you are taught, abounding in thanksgiving. അവനിൽ വേരൂന്നിയും. You must be rooted in him. ക്രിസ്തുവിൽ വേരൂന്നണം. You must be rooted. വചനത്തിൽ വേരൂന്നണം. You must be rooted in the word of God. ഹല്ലേലൂയ. എന്നിട്ട് ആത്മീക വർധന പ്രാപിക്കണം. Then you must be built up in him. എന്നിട്ട് വിശ്വാസത്താൽ ഉറക്കണം. You must be established in faith. സ്തോത്രത്തിൽ കവിയണം. You must be abounding in thanksgiving. അപ്പൊ റൂട്ട് വചനമാ. The root is in the word. റൂട്ട് ക്രിസ്തുവാ. Root is Christ. റൂട്ട് ക്രിസ്തുവിൽ വേരൂന്നണം. If you are rooted in Christ, ക്രിസ്തുവിൽ നീ വേരൂന്നിയാൽ if you are rooted in Christ, നിനക്കൊരു ആത്മീക വർധനമുണ്ട്. spiritual increase. ഈ ആത്മീക വർധനം നിലനിൽക്കണമെങ്കിൽ If that spiritual increase has to remain in you, നീ വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കണം. you must be strong in your faith. ഹല്ലേലൂയ. നീ സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. You must be abounding in thanksgiving. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand it? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പത്രോസ് Here Peter, വേണമെങ്കിൽ പറയാം, he could have said, രാത്രിയിൽ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല, പകലൊന്നും കിട്ടാൻ സാധ്യതയില്ല. I have worked the whole night, I did not get anything, I have no chance of getting anything now in the daytime. പക്ഷെ ദൈവത്തിന്റെ വാക്കനുസരിച്ചു But he obeyed the word of God. അവന്റെ വല നിറഞ്ഞു. His net was full. അവന്റെ ഹല്ലേലൂയ സകലത്തിനും പരിഹാരമായി. Oh, there was a solution for every problem. അവൻ എന്തിനു വേണ്ടിയാണോ ഭാരപ്പെട്ടത്, For whatever reason he was burdened, അതിന്റെ റിസൾട്ട് കണ്ടു. he saw a result. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. Tonight the Holy Spirit ഈ says, ഉപവാസത്തിൽ നീ ഏത് വിഷയമാണോ വെച്ചിരിക്കുന്നത്, for whatever reason you're fasting, ഇന്ന് രാത്രി സ്വർഗം അതിനെ ഡീൽ ചെയ്യോ. the Lord is going to deal with it. സ്വർഗം ചിലതിനെ ഡീൽ ചെയ്യോ. Heaven is going to deal with it. സ്വർഗം ചിലതിനെ ഹല്ലേലൂയ സെറ്റിൽ ചെയ്യോ. Heaven is going to settle it out. വിശ്വസിക്കുന്നവർ കരമടിച്ച് Those who believe, clap hands and praise the Lord.
യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. In the name of Jesus. ദൈവത്തിന്റെ കണ്ണുടക്കിയാൽ God's eyes get locked onto you. എന്നും ആ നിലവാരത്തിൽ തുടരാൻ You cannot continue in that sign. അവിടെ വെച്ചൊരു ദൂതൻ കൈമാറുകയാ. Here is a message being shared. ശിവനെ, നീ ഇപ്പൊ ആടി വലയുന്നവനാ. Now you're wavering, Simon. നീ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. You're jumping there, jumping here. പക്ഷെ നിന്റെ പേര് ഞാനങ്ങ് മാറ്റുവാ. But I am going to change your name. നീ പെട്രയാ. You're Petra. ഞാൻ നിന്റെ പേര് എന്റെ സഭയെ പണിയും. I'm going to build my church over you. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. Gates of hell will not prevail against you. ഒന്നും കാണുന്നവരുടെ ഒരു ദൂത് വന്നു വീഴുക. Oh, a word came and fell over someone who could not see anything. ഇനി ശ്രദ്ധിക്കണേ, ഇവന്റെ യാത്ര. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം. Now pay attention to his journey. ഹല്ലേലൂയ. ഇവിടെ ഒരു ദൂത് അവന്റെ മേൽ വീഴുകയാ. There was a word from God over him. ഇത് നിങ്ങൾ ദൈവം ദൈവത്തിലേക്ക് ഒരുവൻ അടുത്താൽ, If one comes close to God, ദൈവവുമായിട്ട് ഒരുവൻ ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് if he വന്നാൽ, comes into a deep relationship with God, അവനെ കുറ്റി അടിച്ച് ഒരിടത്ത് തുടരാൻ ഒക്കത്തില്ല. he cannot put a peg there in a place and continue. അവന്റെ ലൈഫിനകത്ത്, അവന്റെ കുടുംബത്തിനകത്തൊരു വളർച്ചയുണ്ട്. There will be an increase in his life, in his family's life. അത് നിങ്ങൾ കൂടുതൽ ആത്മത്തിച്ചാൽ If you pray for spiritual edification, പെട്ടെന്ന് ബാക്കിയുള്ളതും അതിന്റെ കൂടെ ആഡ് ആയിക്കോളും. everything else will be added unto you. അതിന്റെ കൂടെ ആഡ് ആയിക്കോളും. It will be added. ഹല്ലേലൂയ. Hallelujah. ഒരിടത്ത് തുടരാൻ ഒക്കത്തില്ല. You cannot continue in the same place. നിങ്ങൾക്കൊരു മൂവിംഗ് ഉണ്ട്. You have to move forward. നിങ്ങൾക്കൊരു മൂവിംഗ് ഉണ്ട്. You have to move forward. നിങ്ങൾക്കൊരു മൂവ്മെന്റ് ഉണ്ട്. There is a movement. for നിങ്ങൾക്കൊരു you. ചലനമുണ്ട്. There will be a movement. നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഉണ്ട്. There will be a shift. രാമൻ പറയുന്നേ, Amen. നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഉണ്ട്. You will have a shift. നിങ്ങൾക്കൊരു മാറ്റമുണ്ട്. There will be a change. നിങ്ങൾക്കൊരു ദൈവപ്രവൃത്തിയുണ്ട്. There will be a work of God. ഹല്ലേലൂയ. ഈ Hallelujah. മനുഷ്യനെ ദൈവം പിടിക്കുക. The Lord took hold of him. 3.5 വർഷം യേശുവിന്റെ കൂടെ യാത്ര. He was with Jesus for 3.5 years. എന്റെ ദൂത് മറക്കരുത്. ഒരു വ്യക്തിയിലോ വസ്തുവിലോ ദൈവത്തിന്റെ കണ്ണുടക്കിയാൽ ആയിരിക്കുന്ന നിലവാരത്തിൽ തുടരത്തില്ല, മുൻപന്തിയിൽ വന്നിരിക്കും. Do not forget the word. If over a person or an object, if the eyes of the Lord gets locked, it will not remain in the same state. It will come to the forefront. 3.5 വർഷം യേശുവിന്റെ കൂടെ യാത്ര. He walked with Jesus for 3.5 years. അസാധാരണമായ അത്ഭുതങ്ങൾ താൻ കണ്ടു. He saw extraordinary miracles. തന്നിലൂടെയും ദൈവം അത്ഭുതം ചെയ്തു. Even through him, the Lord did miracles. വെള്ളത്തിന്റെ മുകളിൽ കയറി നിന്നോ. He could stand over water. ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ മരുഭൂമിയിൽ 5 അപ്പത്തെ 5000 പേർക്കും അവരുടെ സ്ത്രീകൾക്കും കൊടുക്കുന്നത് കണ്ടു. Where it was said impossible in the wilderness, he saw that 5 loaves were given to 5,000 people. തന്റെ കൈകൊണ്ട് വിളമ്പുന്നത് കണ്ടു. He had distributed it with his own hands. വലിയ അത്ഭുതങ്ങൾ താൻ കണ്ടു. He saw mighty miracles. യേശുവിന്റെ പെട്ടെന്ന് പോകുക. യേശുവിന്റെ മരണം, ക്രൂശീകരണ സമയത്ത് He saw at the crucifixion of Jesus. യേശുവിനെ തള്ളി പറഞ്ഞു. Denied Jesus. ചില സമയത്ത് നമ്മുടെ പിറുപിറുപ്പുകളെ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Sometimes our murmurs are forgiven by our ചില Lord. സമയത്ത് നമ്മുടെ ടെൻഷനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഈ മർത്തോമാ സഭയിലെ ക്രിസ്റ്റോൻ തിരുമേനി ഒരു തമാശ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫലിതത്തിനകത്ത്. So in the Chrysostom, the bishop of Chrysostom, the bishop of Marthoma said a joke once. അദ്ദേഹം ഒത്തിരി ഫലിതങ്ങൾ എഴുതിയിട്ടുള്ളയാളാ ക്രിസ്റ്റോൻ തിരുമേനി. He has written many proverbs. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, He said something like this. ഈ കേരളത്തിലെ പെണ്ണുങ്ങളുടെ എല്ലാം പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ ഒരു സഹോദരിമാരും കേരളത്തിൽ കാണത്തില്ലായിരുന്നു. If God had answered all the women of Kerala's prayer, none of them would have been in Kerala. പലരും അമ്മമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ കേട്ടാണ്, അയ്യോ ഈ കൊണ്ട് തോറ്റ എന്നെ അങ്ങ് എടുത്താ മതി ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ വെച്ചേക്ക. The women of Kerala, they will keep on saying that, why are you keeping me here, Lord? Why don't you take me away? ക്രിസ്തു തിരുമേനി പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെ പല സഹോദരിമാരുടെയും പ്രാർത്ഥന ഇത് കേട്ടിരുന്നെങ്കിൽ പല സഹോദരിമാരും ഭൂമി കാണത്തില്ലായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടെങ്കിൽ. Bishop Chrysostom said that if God had heard all those prayers, many of them would not have been on earth now. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചില പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. Some of your prayers God will not hear. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയെ കർത്താവേ ഈ വണ്ടി ഇടിച്ചങ്ങ് ഞാൻ അങ്ങ് മരിച്ചാ മതിയായിരുന്നത്, അത് കേട്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കത്തില്ല. It has happened to me when I was driving the car. I have told,
if some vehicle collides with me, I will die. If that prayer was heard by God, I would not have been here. വലിയ കടഭാരത്തിൽ പലിശക്കാർ ടോർച്ചർ ചെയ്തപ്പം കാർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കാരണം ഞായറാഴ്ച സമാധാനമില്ല, ഞാൻ പറഞ്ഞു കർത്താവേ എന്റെ കാർ എവിടെങ്കിലും ഇടിച്ചങ്ങ് തീർന്നെങ്കിൽ ഇതൊന്നും കേൾക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. When I was on heavy debt and when the lenders were torturing me, I told the Lord, Lord, if my car would collide with something, it would be over. കാർ ഇടിച്ചതുമില്ല, ഞാൻ ചത്തതുമില്ല, പക്ഷേ 3 വർഷം കൊണ്ട് എന്റെ പ്രശ്നത്തെ ദൈവം മാറ്റി തന്നു. My car did not collide, I did not die, but within 3 years God solved my problem. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. That is why I am standing here. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്ത് പറ, ചില പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് പറ. Can you please shake hands and say, some prayers God will not answer. ചില പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. God will not answer some prayers. ചില നല്ല പ്രാർത്ഥനകളെ ദൈവം കേൾക്കത്തുള്ളൂ. God will only hear the good prayer. നീ പോലും അറിയാതെ നിന്റെ ഇമോഷണലിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. God will not hear certain prayers that you are praying out of emotion. ഹല്ലേലൂയ. Hallelujah. ഇതുപോലെ പത്രോസും തള്ളി പറഞ്ഞു, Peter denied Jesus. എനിക്ക് അവനെ അറിയത്തില്ല. I don't know him. ഹല്ലേലൂയ. എന്നിട്ട് ഇനി യേശു വരുമെന്നൊന്നും പുള്ളിക്ക് ഉറപ്പില്ല. He was not sure that Jesus will come പുള്ളി back. പഴയ വലയെടുത്തു. He took the net again. വീണ്ടും വലയിൽ കൊണ്ടുപോയി. He went with the net again. ഇയാളെ യേശു ആദ്യം കണ്ടപ്പോഴും ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല, അവസാനം കാണുമ്പോഴും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. So when Jesus saw him first also, his net was empty. Second time, last time he saw also, it was empty. അവസാനം കാണുമ്പോൾ ചോദിച്ചു, നിന്റെ കൈ വല്ലതും ഉണ്ടോ കൂട്ടാന്? Last time Jesus see him asking to add on here. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. I don't have anything. ഒരു 153 പെരുത്ത മീൻകൂട്ടം അവന് കൊടുത്തു. Then he gave him 153 fishes. എന്നിട്ട് അവന്റെ കയ്യെ പിടിച്ചു. Then he took hold of his അവന്റെ hand. കയ്യെ പിടിച്ചു. He took hold of his hand. നിന്നെ ഞാൻ ഒരിടത്ത് കയറ്റി ഇരുത്താൻ പോവാ. I'm going to make you sit somewhere. മാളിക മുറിക്കകത്ത് കൊണ്ട് കയറ്റി ഇരുത്തി. Took him to the upper room. ഹല്ലേലൂയ. കുറെ ദിവസം നീ അവിടെ കാത്തിരിക്കേ. When you wait for some time. കുറെ ദിവസം നീ അവിടെ കാത്തിരിക്കേ. Can you wait for me some time? മാളിക മുറിക്കകത്ത് കൊണ്ടിരുത്തി. He made him sit in the upper room. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. Oh, the Holy Spirit came upon him. അഗ്നി നാവ് പോലെ ഇറങ്ങി വന്നു. Oh, like fiery tongues it came. സാധാരണ മുക്കുവനായിരുന്ന ഇവൻ I guess ordinary fisherman. നടന്നിട്ടോ 3.5 years he had walked with Jesus. മാറ്റം വരാത്ത ഇവന് But there was no change in him. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ When the Holy Spirit came upon him, there was a big change. ഭയങ്കര ചലനം. There was a big movement. ഹല്ലേലൂയ. ആർക്കും മാറ്റാൻ കഴിയാത്തതിനെ What could not be changed by anyone. ആത്മാവിന് മാറ്റാൻ കഴിയോ? The Holy Spirit could change. പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ മേൽ വന്നാൽ When the Holy Spirit come upon the children, ചലനങ്ങൾ ഉണ്ടാകും. there'll be great movement. ഇന്ന് രാത്രി ആത്മാവ് ഈ സഭയിൽ ചലിക്കട്ടെ. When the Holy Spirit move over ആത്മാവിന്റെ the church, ചലനമുള്ള സഭയായി മാറട്ടെ. oh, there may be a movement of the Spirit in this church. ആത്മാവിന്റെ തീ കത്തട്ടെ. Let the fire of the Spirit പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. Let the fire of the Spirit അഭിഷേകത്തിന്റെ നിറവുകൾ വെളിപ്പെടട്ടെ. Let there be a filling of the anointing here. പാട്ടുകൾ പുറത്തു വരട്ടെ. Let there be new songs. പുതിയ പാട്ടുകൾ നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. Let there be new songs coming out of your പുതിയ tongue. പാട്ടുകൾ നിനക്ക് തരോ. You may be able to write new songs. പുതിയ ദൈവപ്രവൃത്തികൾ കാണട്ടെ. You may see the work of God. യേശുവിന്റെ നാമത്തില്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. പ്രാർത്ഥിച്ച്. Oh, in the name of Jesus. In the name of Jesus. In the name of Jesus. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. When the Holy Spirit came upon him, മാറിയവനെ പോലായി. he became a changed man. ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം അകത്ത് കയറി. In one sermon, 3,000 came inside. ആദിമ സഭ അവനിലൂടെ ഉണ്ടായി. The first church was born. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. Because of that, we are here on earth. നോക്കി, ഒരു സാധാരണ മുക്കുവനെ, An ordinary fisherman, ഒരു സാധാരണ മനുഷ്യനെ an ordinary man, ദൈവം എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റി. God made him extraordinary. നിന്നെയും എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ പറ്റും ദൈവത്തിന്. God has a plan to make you extraordinary. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിച്ചാൽ, If you read from Genesis to Revelation, എന്റെ ദൈവം നാച്ചുറൽ ആയതൊന്നും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. the Lord my God has done nothing natural. എന്റെ ദൈവം ചെയ്തതെല്ലാം സൂപ്പർ നാച്ചുറൽ. Whatever my God has done is എന്റെ supernatural. ദൈവം ചെയ്തതെല്ലാം അസാധാരണമായതാ. Everything was extraordinary. സാധാരണമായതൊന്നും എന്റെ ദൈവം ചെയ്തിട്ടില്ല. God did not do anything. പിതാവായ ദൈവവും Father God, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പിതാവായ ദൈവവും, from Genesis to Malachi, Father God, മത്തായി മുതൽ വെളിപ്പാട് വരെ പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും, Matthew to Revelation, the Son Jesus and the Holy Spirit, ത്രിയേക ദൈവം, triune God, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും Father, Son and the Holy Spirit, ചെയ്തത് മുഴുവൻ
Everything they did എക്സ്ട്രാ ഓർഡിനറി ആയതാ, was extraordinary. അസാധാരണമായതാ. It was നിന്നെ extraordinary. ദൈവം പൊക്കിയെടുത്താൽ If God picks you up, നിന്നെ കൊണ്ട് ദൈവം സാധാരണമായത് ചെയ്യിക്കത്തില്ല. God will not make you do the ordinary. എല്ലാം അസാധാരണമായതേ God ചെയ്യിക്കത്തുള്ളൂ. will make you do everything extraordinary. വ്യത്യസ്തമായതേ ചെയ്യിക്കത്തുള്ളൂ. God will make you distinguished. നിന്റെ അകത്ത് അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ, If you have a vision inside, നിന്റെ അകത്ത് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, if you have such a dream നിന്നെ കൊണ്ട് inside, അത് ദൈവം ചെയ്തിരിച്ചിരിക്കുന്നു. God will make you do that. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങളോട് പറയാം, Including the children, I want to tell you, വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം, you must have big, വലിയ ഭാവനകൾ ഉണ്ടായിരിക്കണം. you must have big thoughts. വലുതേ സ്വപ്നം കാണാവൂ, If you can continue to dream, വലുതേ ദൈവത്തോട് ചോദിക്കാവൂ. you should only ask for great things from വലിയ God. സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം, You should have great dreams. വലിയ ഭാവനകൾ You നിങ്ങൾക്കുണ്ടായിരിക്കണം. must have great thoughts. PG uncle പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, PG uncle once said, നിങ്ങൾ വലിയ സ്വപ്നം കാണണം, if you see big dreams, വലിയ ഭാവനകൾ if കാണണം. you have big thoughts, നടന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, കമ്പനിക്ക് പോയി. you have nothing to lose. It's only the company to lose. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, PG അങ്കിളുടെ സ്റ്റേറ്റ്മെന്റ്. It was PG uncle's statement. നടന്നില്ലെങ്കിൽ കമ്പനിക്കാ നഷ്ടം. It is a loss for the company if it doesn't happen. നീ താടിക്ക് കൈയും കൊടുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. You need not keep your hand like that on your jaw and നീ sit അത് there. നടന്നില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ട് You നടക്കണ്ട. need not murmur that your dream did not come true. ദൈവത്തിന്റെ സമയമാകുമ്പോ തരം അത് നടത്തി തരും. God's time, He will fulfill it. ദൈവത്തിന്റെ തക്ക സമയമല്ല നിന്റെ സമയം. If God's time may not be your time. ദൈവത്തിന്റെ തക്ക സമയത്ത് അത് നടത്തി തരും. In God's right time, He's going to do it. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങളെ കാണാവൂ, You must see great dreams. വലിയ ഭാവനകളെ കാണാവൂ. You must have great thoughts. വീട് കണ്ടാൽ 3 ബെഡ്റൂം കാണരുത്, 5-6 ബെഡ്റൂം ഉള്ള വീടേ സ്വപ്നം കാണാവൂ. If you see a dream of a house, you should see at least 5 to 6 bedrooms in your home. വണ്ടി കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് വണ്ടിയെ കാണാവൂ. You should look at the best vehicle for yourself. അതുപോലെ ആയിരിക്കണം ആത്മീയ ജീവിതത്തിലും. That's how your spiritual life should be. ആരാധനയെങ്കിൽ 8:50 വരാൻ ശ്രമിക്കും. It is 9 o'clock worship, you come at 8:50. ഞായറാഴ്ച ആരാധന ഉണ്ടെങ്കിൽ ശനിയാഴ്ച പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് ദൈവസഭയ്ക്ക് വേണ്ടി, ഞായറാഴ്ചത്തെ മീറ്റിംഗിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ കമ്മിറ്റഡ് ആയിരിക്കണം. If you have a Sunday service, you should be praying for the church at least for 10 minutes on Saturday. ഈ പലർക്കും ഒരു ധാരണയുണ്ട്, ചർച്ചിന്റെ പരിപാടികളെല്ലാം പാസ്റ്ററിനും പാസ്റ്റാന്റിക്കും മക്കൾക്കും ഉള്ളതാണ്. ഞങ്ങളുടെ സമയത്ത് ചെല്ലും. Some people think that whatever in the church and the activities is for pastor auntie and his children. Hallelujah. 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 സുവിശേഷ വേല എന്ന് പറയുന്നത് The work of the Lord is. നീ നേരത്തെ വന്നൊന്ന് ചേറിടുന്നത് സുവിശേഷ വേലയുടെ ഭാഗമാണ്. It is a part of the gospel work to come and put the chairs here. ഒരാളെ കൂടെ കാറി ചർച്ചിലോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റിയ അത് സുവിശേഷ വേലയുടെ If you are ഭാഗമാണ്. able to fetch another person in your car, it's part of the gospel work. Hallelujah. ചർച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് പുറകെ വന്നിരുന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ ദൈവദാസനെ ഇന്ന് ഉപയോഗിക്കണേ, ഒരു കുടുംബമെങ്കിലും പുതിയതായിട്ട് ഇതിനകത്ത് കയറി വരട്ടെന്ന് നീ പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റിയാൽ അത് സുവിശേഷ വേലയാണ്. If you are able to come 10 minutes before the church and sit there and pray and ask the Lord to bless your servant of the Lord, bring a new family inside the church, it is considered as gospel work. ഇവിടെ മാറ്റി ഞാൻ ഫുൾ ഇട്ടേക്കുന്നുണ്ട്, കുഴപ്പമില്ല. Because it's all carpeted here, no problem. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോ പലതും പലയിടത്ത് കീറി കിടക്കുന്ന ആടാം. So in our country, many things are just torn off. ഇത് ഹാലലിയ പാസ്റ്റ് 10 പ്രാവശ്യം അനൗൺസ് ചെയ്യാൻ നിൽക്കരുത്. ഒന്ന് ശകലം കീറിയത് കണ്ടാൽ ഒരെണ്ണം മേടിച്ച് അവിടെ കൊണ്ടുവെക്കണം. As the mat is torn there, the pastor need not announce 10 times, and somebody should buy a new one. ഒരു കോഡ്ലെസ് സ്പോട്ട് പോയെന്ന് നിനക്ക് തോന്നിയാൽ പാസ്റ്റർ അനൗൺസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്, ഒരെണ്ണം മേടിച്ച് അവിടെ കൊണ്ടുവെക്കണം. If a mic is not working, you need not wait for the pastor to announce, you buy a new one. പാസ്റ്റർ എനിക്ക് EMI കെട്ടണം, ഞാൻ കണക്ക് കൂട്ടിയിട്ട് എങ്ങും എത്തുന്നില്ല. So pastor, if I calculate, nothing is reaching nowhere. പക്ഷെ നീ ഒന്ന് ചെയ്ത് നോക്ക്. But you start doing it. ഞാൻ വെല്ലുവിളിക്കുന്നു. I'm challenging you. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ, അവൻ ആർക്കും കടക്കാരനല്ല. He is never indebted to anyone. അവൻ ആർക്കും കടക്കാരനല്ല. He is never indebted to anyone. പലിശക്കാർ 4 വഴിക്കും ടോർച്ചർ ചെയ്യുമ്പോഴും When my debtors were torturing me from all four ways, നോർത്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. I used to support North India. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്ന, That is why I'm here. ഹല്ലേലൂയ, എനിക്കൊന്നിനും മുട്ട് വന്നിട്ടില്ല. I have no lack. വിതയ്ക്കുന്നവൻ ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. To the one who has, നീ നിനക്ക് വേണ്ടിയല്ല വിതയ്ക്കുന്നത്. you are not sowing for yourself. നീ വിതച്ചാൽ If you sow, നീയും കൊയ്യും, നിന്റെ ജനറേഷൻ you കൊയ്യും. will reap, and your generation after generation will reap. നിന്റെ തലമുറ
your children. ഒരു ഇന്റർവ്യൂവിന് പോയി നിൽക്കുമ്പോ When they go for an interview, 100 പേരുണ്ട് ഇന്റർവ്യൂവിന്. there may be 100 people there. ഒറ്റ വേക്കൻസിയേ ഉള്ളൂ. There is only one vacancy. ദൈവം അവിടെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി സൈൻ ചെയ്യോ. God will sign it for your child. എന്താ റീസൺ എന്നറിയാമോ? You know why? നീ ദൈവസഭയെ ഓർത്തത്. Because you remember നീ the church of അഭിഷിക്തന്മാരെ God. ഓണർ You ചെയ്യുക. honored the ദൈവം anointed ones. മാനിക്കോ. God will honor you. ദൈവം ഓണർ ചെയ്യോ. God will honor it. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. മലാക്കിയിൽ പറയുന്നു, In Malachi, God നീ says, എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. you try me. നീ എന്നെ ഒന്ന് പരീക്ഷിച്ച് You നോക്ക്. try me. ഹല്ലേലൂയ. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകാൻ Let there be food in my house. നീ ഒന്ന് തുറന്നു നോക്ക്. Can you open your നീ ഒന്ന് doors? കൊണ്ടുവന്ന് നോക്ക്. Can you bring it in? ആകാശത്തിന്റെ കിളിവാതിലുകളെ ഞാൻ I തുറക്കും. am going to open the gates of heaven. ദൈവത്തെ തോൽപ്പിക്കാൻ ഇതിനകം മാത്രമേ പറ്റത്തുള്ളൂ. Nobody can defeat God. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് മാറുകയ. I am moving out. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, Can you pay പത്രോസിന്റെ മേൽ അഭിഷേകം വീണു. When the anointing came upon Peter, ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം അകത്ത് കയറി. in one sermon 3,000 came inside. അവിടെ കൊണ്ട് തീർന്നില്ല പത്രോസിന്റെ മിനിസ്ട്രി. Did not end there. ഒരു യോഗ്യതയില്ലായിരുന്നു. He had no eligibility. ഹല്ലേലൂയ. ഒന്നുമില്ലായിരുന്നു. He had nothing. പക്ഷെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ച മോനെ ഇഞ്ഞു വാടാ എന്റെ കൂടെ നിൽക്ക്. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഇതുവരെ ഒന്നുമില്ലായിരുന്നു. He had nothing till now. ഒറ്റ പ്രസംഗത്തിൽ 3000. In one sermon 3,000. അതാ ഞാൻ പറഞ്ഞത്, എവിടെങ്കിലും എന്തെങ്കിലും കൊണ്ട് ദൈവം നിർത്തത്തില്ലെന്ന്. ദൈവത്തിന്റെ കണ്ണ് ഉടക്കിയാൽ. Amen. If God's eyes are locked onto you, He will not stop with something. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്റെ മേൽ ദൈവത്തിന്റെ കണ്ണ് ഉടക്കിയിട്ടുണ്ടോ? Then you may be thinking, has God's eyes, is God's eyes? കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നത്. It is because His eyes is tracking you. You are here. എന്റെ ബൈബിൾ പറയുന്നു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ My കഴിയില്ല. Bible says that unless the Father attracts, no one can come to the Son. അപ്പൊ പിതാവ് ആകർഷിച്ച് നിങ്ങൾ പുത്രന്റെ അടുക്കൽ വന്നതാണെങ്കിൽ You have come to the Son because the Father has attracted you. നിങ്ങൾ മുൻപന്തിയിൽ വന്നിരിക്കോ. You will come and sit in the forefront. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് 3000 ഒറ്റ പ്രസംഗത്തില്. In one sermon 3,000. ഹല്ലേലൂയ. ഒരു വിലയില്ലായിരുന്നു കേട്ടോ. So far he had no value. മോനെ നടന്ന് ഇപ്പൊ അങ്ങോട്ട് നടക്കണം മോനെ. അല്ല ഇപ്പൊ ഉണ്ടല്ലോ, ഈ നടന്നു പോകുമ്പോഴുണ്ടല്ലോ, As he is walking now, അവന്റെ നിഴലിന് പോലും വിലയുണ്ട്. even for his shadow there is a lot of value. നിങ്ങൾ മിണ്ടുന്നില്ല. Oh, you're not speaking. നിഴലിന് വിലയുണ്ടായിരുന്നു. Even for his shadow there is power. ഗെന്നസറത്ത് മീൻ പിടിച്ചോണ്ട് നടന്നപ്പോ ആർക്കും വേണ്ടായിരുന്നു. Nobody wanted him when he was fishing in Gennesaret. ദൈവം തൊട്ട് കഴിഞ്ഞപ്പോ, But when the Lord touched him, ദൈവം അഭിഷേകം വിട്ട് when the കഴിഞ്ഞപ്പോ, Lord anointed him, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ when വന്നു the Holy കഴിഞ്ഞപ്പോ, Spirit came upon him, അവന്റെ നിഴലിന് പോലും വിലയുണ്ടായി. even his shadow has value. അവന്റെ നിഴലിൽ രോഗികളെ കൊണ്ട് കടത്താൻ തുടങ്ങി. Oh, people were bringing sick people to അവന്റെ നിഴലിന് പോലും വിലയുണ്ടായി. Oh, hallelujah. പോരാ പോരാ, കരമടിച്ച് Not enough, not enough. Not enough. കരമടിച്ച് Oh, riba കരമടിച്ച് കരമടിച്ച് പോരാ പോരാ, ശക്തിയോടെ ഇന്ന് രാത്രി നിന്റെ നിഴലിന് പോലും വിലയുണ്ടാകും. നീ ദൈവത്തെ സേവിച്ച ഒറ്റ കാരണം കൊണ്ട്, നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒറ്റ കാരണം കൊണ്ട്, The only reason because you are walking together with the Lord. നിന്റെ നിഴലിന് പോലും വിലയുണ്ടാകും. Even your shadow is valuable. Hallelujah. ഒരു വിലയും ഇല്ലാതിരുന്നവന്റെ നിഴലിന് വിലയുണ്ടായി. He had no value till then. His shadow became valuable there. അവൻ വിയർപ്പ് തുടയ്ക്കുന്ന റൂമാലുണ്ടല്ലോ, The kerchief with which he was wiping his sweat. അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്ന് പിടിച്ചു പറിക്കുക. ഇഞ്ഞതാ, People from the next village were coming and grabbing it. Can you give it, please? ഞങ്ങളുടെ ഗ്രാമത്തിലോട്ടൊന്ന് വരണം. You want to come? We want this kerchief for our village. പത്രോസ് പറഞ്ഞു, സമയമില്ല. Peter said, "I'm sorry, I don't have time to come there." കുഴപ്പമില്ല, നീ വരണ്ട. ആ റൂമാലിഞ്ഞതാ. You need not come. You just give me your kerchief. ആ റൂമാലിഞ്ഞതാ. You just give me your kerchief. വിയർപ്പ് തുടയ്ക്കുന്ന ആ റൂമാലിഞ്ഞതാ. That kerchief which you are using to sweat. ഞങ്ങൾക്ക് ഉറപ്പായി Wipe ഇതാ the sweat. ചിലതിന്റെ മേൽ ഇട്ടാൽ സൗഖ്യമാകും. We are sure that when you put that kerchief on the sick, they will be healed. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? Are you with me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? Are you with me? ഹല്ലേലൂയ. ചിലത് ഇട്ടാൽ സൗഖ്യമാകുമെന്ന്. When you put something on, it will be the sick will be healed. ഒരു വിലയും ഇല്ലാതിരുന്നവന് There was no value for him. അവന്റെ നിഴലിന് വിലയുണ്ടായി. His shadow became അവന്റെ valuable. റൂമാലിന് His വിലയുണ്ടായി. kerchief became valuable. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, Once more, if I say അവന്റെ this, കണ്ണിന് വിലയുണ്ടായി. അവൻ നോക്കുമ്പോൾ ഭൂതങ്ങൾ അലറി മാറി. oh, his eyes became valuable. When he looks at somebody, the demons started fleeing. അവന്റെ കാല് ചവിട്ടാൻ കുടുംബങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. People were waiting for his legs to reach.
അവന്റെ കാലിന് വിലയുണ്ടായി. His legs, steps became valuable. ഞങ്ങളുടെ വീട്ടിൽ കയറിയതിനും വേണ്ടിയല്ല, ഞങ്ങളുടെ ഗ്രാമത്തിലെങ്കിലും ഒന്ന് കാലി ഔട്ടിട്ട് പോണേന്ന്. Even if you don't come into a home, it doesn't matter. Can you just step into a village and go? അവന്റെ കൈയൊന്ന് വെക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. Oh, people are in queue that he may lay his hands on them. അവന്റെ കൈക്ക് വിലയുണ്ടായി. His hands became valuable. അവന്റെ കണ്ണുകൾക്ക് വിലയുണ്ടായി. His eyes became valuable. അവന്റെ നിഴലിന് വിലയുണ്ടായി. His shadow became valuable. അവന്റെ റൂമാലിന് വിലയുണ്ടായി. His kerchief became valuable. ഹല്ലേലൂയ. അവന്റെ സകലത്തിനും വിലയുള്ളവനാക്കി ദൈവം മാറ്റി. God made his and everything valuable. എങ്ങനെയാ ഇത് മാറിയത്? How did this transformation happen? അഭിഷേകം. Because of the anointing. അഭിഷേകം. Because of the anointing. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു. When the Holy Spirit comes upon you, ഒരു പ്രവാചകനും പ്രവചിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, in a manner in which no prophet can prophesy over, നിന്നെ അടിമുടി എന്റെ ദൈവം മാറ്റും. God is going to change you entirely. നിന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കി എന്റെ ദൈവം God മാറ്റും. is going to make you extraordinary. ഹല്ലേലൂയ. ഇന്ന് രാത്രി Tonight, ഹല്ലേലൂയ, ഒരു വിലയും ഇല്ലാത്തവനെ ഒരു വാല്യുബിൾ പേഴ്സൺ ആക്കി ദൈവം മാറ്റി. the one who had no value became a valuable person. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, If I say once again, I will say like this. ഹിസ്റ്ററി മേക്കർ ആക്കി മാറ്റി. God made him an history maker. ഹല്ലേലൂയ. ഹിസ്റ്ററി മേക്കർ ആക്കി മാറ്റി. God made him an history maker. ഹല്ലേലൂയ. ഒരു ചരിത്രമാക്കി അവനെ മാറ്റി. God made him an history. വ്യക്തിയിലോ വസ്തുവിലോ ദൈവത്തിന്റെ കണ്ണോടാക്കിയ, If the Lord's eyes looks to a person or an object, നീ ആയിരിക്കുന്ന നിലവാരത്തിൽ തുടരത്തില്ല കേട്ടോ. you will not continue in the നീ same state. മുൻപന്തിയിൽ വരും. You will come to the നിന്റെ forefront. അകത്തൊരാഗ്രഹം ഉണ്ടെങ്കിൽ, If you have a desire inside, നിന്റെ അകത്തൊരു വാഞ്ച ഉണ്ടെങ്കിൽ, if you have a keen desire inside, നിനക്ക് എന്നും റിബാബാബ പറഞ്ഞോണ്ടിരുന്നാ മതിയെങ്കിൽ അവിടെ തന്നെ ഇരിക്കാൻ. പിശാചിനും കുഴപ്പമില്ല, ദൈവത്തിനും കുഴപ്പമില്ല. if you just say few words in the tongues, if the devil is also happy, God is also not bothered. പക്ഷെ നിനക്ക് ഒരു ആത്മീക വർധന വേണം. But if you want a spiritual increase, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. I want to do something for the Lord. എല്ലാവർക്കും ഞാൻ, എന്റെ മക്കള്, എന്റെ കുടുംബം, അല്ലല്ലല്ല. Not just myself, my family, my children alone. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് നിനക്കൊരു വിഷയം. If you are a child of God, you must have a vision concerned for. നീ പോകുന്ന ദൈവസഭയെ കുറിച്ച് നിനക്കൊരു ബേഡൻ വേണം. You must have a burden for the church where you're worshiping. ഞാൻ ബ്ലെസ്ഡ് ആയാൽ എന്റെ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. If I become the best, I will do something for the church. ഹല്ലേലൂയ. പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. I can do various things for the church. അങ്ങനെ നിന്നെ മുൻപന്തിയിൽ ദൈവം കൊണ്ടുവന്നിരിക്കും. God will bring you to the forefront. നിന്നെ മുൻപന്തിയിൽ ദൈവം God കൊണ്ടുവന്നിരിക്കും. will bring you to the forefront. ഹിസ്റ്ററി മേക്കർ ആക്കി മാറ്റും. God will make you a history maker. ദൈവം കണ്ടതുകൊണ്ടാണ് ഈ ഹോളിനകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. Because the Lord has seen you, you are inside His hall. ഇതിനകത്ത് അരമണിക്കൂർ യാത്ര ചെയ്ത് വന്നവരുണ്ട്, ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വന്നവർ കാണും, ചിലപ്പോൾ 2 മണിക്കൂർ യാത്ര ചെയ്തവരും. There are people who have traveled half an hour there, people who have traveled 1 hour to come here. എന്താ റീസൺ വന്നത്? You know why? ദൈവം കണ്ടതാ. Because God saw you. ദൈവം കണ്ടതാണെങ്കിൽ, Because if God has seen you, എന്നും നിന്റെ അവസ്ഥ ഇതായിരിക്കത്തില്ല. your situation will not be the നീ same. മുൻപന്തിയിൽ വന്നിരിക്കും. You will come to the forefront. ഹല്ലേലൂയ. Hallelujah. സമയം ഓൾറെഡി കഴിഞ്ഞു. ഞാൻ വായിച്ച വാക്യം കൂടെ ഒന്ന്, ഹല്ലേലൂയ, ആ കുറിവാക്യത്തിലേക്ക് ഒന്ന് വരാം. I want to come back to the key word. ഹല്ലേലൂയ. അവിടെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, The Bible says this. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോകുവേ, You go to the village opposite. അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് You will കാണാം. see a colt that is tied there. ആരെങ്കിലും അതിനെ അഴിക്കുന്നത് എന്തിനാന്ന് If ചോദിച്ചാൽ, anyone asks you why you are untying it, ഒറ്റ കാര്യം പറയണം, കർത്താവിന് ആവശ്യമുണ്ട്. if you just say that the Lord wants it, കർത്താവിന് ആവശ്യമുണ്ട്. the Lord needs it. ശ്രദ്ധിച്ച ദൈവമക്കളെ, Oh, pay attention. നേരത്തെ നമ്മൾ പറഞ്ഞു പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. We said that Peter worked the whole night, he did not get anything. ആരും ചോദിക്കാൻ വന്നില്ല. പത്രോസ് അയ്യോ ഒന്നും കിട്ടിയില്ലോടാന്ന് ചോദിക്കാൻ ആരും വന്നില്ല. Nobody had sympathy on him. Nobody came and asked him and said, Peter, you didn't get anything tonight. ബൈബിൾ പറഞ്ഞ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് വല കഴുകുന്ന. He was all alone and washing the net. ഇവിടെ ഈ കഴുത കെട്ടപ്പെട്ട് കിടക്കുക. That colt was tied there. ഇതെവിടാ കെട്ടപ്പെട്ട് കിടക്കുന്നത്? Where is it tied, you know? ബെത്ഹാഗയിലാ കെട്ടപ്പെട്ട് കിടക്കുന്നത്. It was in Bethphage where he was tied. ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. Nobody is watching it. ബെത്ഹാഗ എന്ന വാക്കിന്റെ അർത്ഥം Bethany means ശൂന്യമാക്കപ്പെട്ട പട്ടണമെന്ന, a town that was empty, തകർക്കപ്പെട്ട പട്ടണമെന്ന, a destroyed town. ശൂന്യതയുടെ പട്ടണമെന്ന. It is a town of emptiness. ഇവിടെ ഇത് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. Here the colt is tied. ഞാൻ ഈ കഴുതയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, I went and asked this colt, നിനക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ലേ? don't you have a desire? Don't you have a dream? ഈ കഴുത എന്നോട് പറഞ്ഞു, The donkey told me, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. I have many dreams, I have many
desire. പക്ഷെ എന്നെ ഈ കെട്ടിയിരിക്കുന്ന കയറിന്റെ നീളം വരെ എനിക്ക് But പോകാനൊക്കത്തുള്ളൂ. I can go only to the length of this cord that is tying me. ബ്രദറെ കണ്ടോ, അവിടെ ഒരു ഒലിവ് മരം നിൽക്കുന്നത് കണ്ടോ? Oh brother, can you see an olive tree there? നല്ല തളിർത്ത ഇലകൾ നിൽക്കുന്നത് കണ്ടോ? It's all blooming. കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. I would like to eat of it, പക്ഷെ ആഗ്രഹം മാത്രം അവശേഷിക്കുക, but only my desire I can എന്നെ stay with. കെട്ടിയിരിക്കുക. But I'm tired. ആ ദേശത്തുള്ള ആരും കണ്ടില്ല, Nobody saw it. പക്ഷെ അങ്ങ് യെരുശലേമിൽ നിന്ന് യേശു കണ്ടു. But Jesus saw it from distance. From യേശു പറയാൻ Jerusalem. അഴിച്ചോണ്ട് വരാനാ. Jesus said, untie it and bring it. ഹല്ലേലൂയ. നമ്മൾ തകർക്കപ്പെട്ട് കിടന്നപ്പോ, When we were destroyed, ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോ, when we were tired, കെട്ടപ്പെട്ട് കിടന്നപ്പോ, when we were tied, ദൈവമല്ലേ നമ്മളെ അഴിച്ചു it വിട്ടത്? was the Lord who set us free. ദൈവമല്ലേ നമ്മളെ അഴിച്ചത്? It is the Lord who untied us. ദൈവമല്ലേ അഴിച്ചത്? It is the Lord who untied us. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, എന്റെ യേശു ഇതിനെ എങ്ങോട്ടാ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞെന്ന് അറിയാമോ You നിങ്ങൾക്ക്? know where did the Lord ask you to be untied and brought forth? എടാ, ഇത് കെട്ടപ്പെട്ട് കിടക്കുന്നത് ബെത്ഹാഗയിലാ, He was tied in Bethany, ശൂന്യമാക്കപ്പെട്ട പട്ടണത്തില്. that town where it is empty. എന്റെ ദൈവം എങ്ങോട്ടാ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞെന്ന് അറിയാമോ? Where did the Lord ask this call to be brought? ആരാധനയുടെ പട്ടണത്തിലേക്ക്, To the place, the town where there is worship, അനുഗ്രഹത്തിന്റെ പട്ടണത്തിലേക്ക്, the town of blessing, വിടുതലിന്റെ പട്ടണത്തിലേക്ക്, to the delivered town, ഉദ്ധാരണത്തിന്റെ to പട്ടണത്തിലേക്ക്, the town of redemption, ഒന്നുകൂടി കയറി പറഞ്ഞ രക്ഷയിലേക്ക് നിന്നെ വിളിക്കുകയാ, to salvation is calling you. സ്നാനത്തിലേക്ക് നിന്നെ He വിളിക്കുകയാ, is calling you to ദൈവ baptism. നിയോഗങ്ങളിലേക്ക് നിന്നെ വിളിക്കുകയാ, Divine guidance is calling you. യെരൂശലേമിലേക്ക് വിളിക്കുകയാ. He is calling you to Jerusalem. ഇതിനകത്തെല്ലാം സ്നാനപ്പെട്ടവരാന്ന് വിശ്വസിക്കുന്നു. I believe all of you are baptized. ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ If any of you is not ഇന്ന് രാത്രി baptized, നിങ്ങളോട് ഒരു ദൂതുണ്ട്. tonight I have a word for എന്റെ you. ദൈവം വിളിക്കുകയാ, God is calling you. നിന്നെ യെരൂശലേമിലേക്ക്, God is calling you to Jerusalem. ആരാധനയുടെ പട്ടണത്തിലേക്ക്, God is calling you to deliverance. രക്ഷയിലേക്ക്, God is calling you to നിത്യ salvation. നരകത്തിൽ നിന്ന് From the eternal ഒരു destruction നിത്യതയിലേക്ക് വിളിക്കുകയാ, to an eternity is calling you. ഒരു ദൈവ പദ്ധതിയിലേക്ക് God is calling you to divine നിന്നെയും നിന്റെ purpose. കുടുംബത്തെയും ദൈവം God വിളിക്കുകയാ. is calling you and your family. സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണോ. If the children are there here to be baptized, എന്റെ യേശു വിളിക്കുകയാ നിങ്ങളെ Jesus is calling you. രക്ഷയിലേക്ക്, Jesus is calling you to salvation. സ്നാനത്തിലേക്ക്, God is calling you to baptism. ആരാധനയിലേക്ക്, God is calling you to worship. ദൈവിക വിടുതലിലേക്ക്, God is calling you to divine ദൈവിക deliverance. God ഉദ്ധാരണങ്ങളിലേക്ക്, is calling you to divine redemption. ഡിവൈൻ പർപ്പസിലേക്ക്, Calling you to divine purpose. ഡിവൈൻ കണക്ഷനിലേക്ക് ദൈവത്തിന്റെ The വിളിക്കുകയാ. Holy Spirit is calling you. ഒന്ന് കരമടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ച്, Can you clap hands for our children and praise the Lord? സ്നാനപ്പെടാനുള്ളവരെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ച്, Lord, let us praise the Lord for those who are going to be baptized. ഉറബ ശകാലബാനിയ. Uda babar handala bari khadala bar khashadala khatala gabad kharagasya. Ikadala barla handala khashadala bari khadaga. യേശുവിന്റെ നാമത്തില് In the name of Jesus, ഇന്ന് രാത്രി ആരെയൊക്കെയോ ദൈവം വിളിക്കുകയാ. the Lord is calling some people. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, If anyone is not saved, സ്നാനപ്പെടാത്ത ആരെങ്കിലും if ഉണ്ടെങ്കിൽ, anyone is not baptized, ഇന്ന് രാത്രി നിങ്ങളോട് ആ കുഞ്ഞെ ദൂത്, tonight the word is for you. എന്റെ യേശു വിളിക്കുകയാ നിന്നെ. Jesus is calling you. കെട്ടപ്പെട്ട് കിടക്കുന്നിടത്ത് നിന്ന്, You respond. നീ തകർന്ന് കിടക്കുന്നിടത്ത് നിന്ന്, Wherever you have fallen, നിന്നെയും നിന്റെ കുടുംബത്തെയും പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. God has decided to build you and your family. ഹല്ലേലൂയ. അതുകൊണ്ട് നീ രക്ഷയേറ്റു പറഞ്ഞേ പറ്റൂ. You have to confess Jesus. അതുകൊണ്ട് നീ ദൈവകൽപ്പനയെ അനുസരിച്ചേ പറ്റൂ. You have to obey the commandment of ഇന്ന് God. രാത്രി ആരെയൊക്കെയോ ദൈവം വിളിക്കുക. God is calling someone. എനിക്കറിയാം ഇതിനകത്ത് ആൾമോസ്റ്റ് എല്ലാവരും സ്നാനപ്പെട്ടതാണ്. Almost everyone is baptized here. ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, But if someone is here, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും but ഉണ്ടെങ്കിൽ, if there is in your family ഇന്ന് രാത്രി someone പ്രാർത്ഥിക്കുക. who is not baptized, കർത്താവേ, pray for അവരെ them. ഈ യെരൂശലേമിലേക്ക്, Lord, call them to ആരാധനയുടെ Jerusalem. Call them to the town of worship. ഞങ്ങൾ അനുഭവിച്ച ഈ ആത്മീക To സന്തോഷത്തിലേക്ക് the spiritual joy that we have realized. അവരെയും കൂടെ ഒന്ന് കയറ്റണമേ. Can you please bring them in? ഒരു നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണമേ. Can you make them eligible for an അപ്പൊ eternity? ഇവിടുന്നാണ് എന്റെ ദൈവം വിളിക്കുന്നത്. From there, the Lord is calling you. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. Can you think of our own lives? ഇങ്ങനല്ലേ നമ്മളെ വിളിച്ചത്? We were once like this when we were called. തകർക്കപ്പെട്ട് കിടന്നിടത്തുന്നു, We were broken. മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ We were കിടന്നിടത്തുന്നു, unable to move forward. ഡിപ്രഷൻ അടിച്ച് We കിടന്നിടത്തുന്നു, were depressed. ആൻസൈറ്റി അടിച്ച് We were കിടന്നിടത്തുന്നു. in anxiety. എന്ത് ചെയ്യണമെന്ന് അറിയാം. We should do. നാടൻ ഭാഷ പറഞ്ഞാൽ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നിന്നിടത്തുന്നു. Where it was heaven up and earth down. ദൈവം വിളിച്ചില്ലേ God യെരൂശലേമിലേക്ക്, called you to Jerusalem. ആരാധനയുടെ God പട്ടണത്തിലേക്ക്, called you to the city of worship. അനുഗ്രഹത്തിന്റെ God പട്ടണത്തിലേക്ക്, called you to the city of blessing. ആത്മീക സന്തോഷത്തിലേക്ക്. God called you to spiritual blessing. ഹല്ലേലൂയ, Hallelujah! ഹല്ലേലൂയ. Hallelujah!
യേശു പറഞ്ഞതനുസരിച്ച് അഴിക്കാൻ ചെന്നു. Then they came to untie the colt according to Jesus' word. അത് അന്നും ഉണ്ട് ആ കുഴപ്പം, ഇന്നും ഉണ്ട് ആ കുഴപ്പം. Then also there is a problem. Today also there is a problem. വെള്ളം അടിച്ച് ഓടെ കിടന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല. When somebody is drunk and lying in a canal, there nobody has any problem. പക്ഷെ വീട്ടിലെന്നും വഴക്കാണെങ്കിൽ ആർക്കും ഒരു If കുഴപ്പമില്ല. there is any kind of quarrel at home, nobody has any problem. എന്നും പ്രതിസന്ധിയും പ്രതികൂലമായിട്ട് എത്ര വട്ടം കയറെടുത്തത് ആത്മഹത്യ ചെയ്യാൻ ആർക്കും ഒരു So മൈൻഡും many times they have attempted suicide, nobody has any problem. എന്ന് നീ ബൈബിള് But കയ്യിലെടുക്കുന്നു, the moment you take the Bible in your hand, അന്ന് കുടുംബക്കാരും ബന്ധുക്കളും സകലരും വരും. then all the family, all your relatives will come against you. നീ ബെന്തിക്കോസിൽ ചേർന്നോ? Are you going to join നീ Pentecost? പെയ്ത്തോമി പോയോ? Are you going to faith home? നീ കൊട്ടാനും തുള്ളാനും പോയോ? Are you going to clap and jump? ഹലോ, നിങ്ങൾ ആരും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? Have you all heard anything like ഞാൻ that? കേട്ടിട്ടുണ്ട്. I have heard it. ഇന്ന് നിങ്ങളോട് ഒരു ദൂത് പറയാം. I want to give you a word. ചോദിക്കുന്നവരോട് ഒറ്റ കാര്യം, You have to just say one thing to those. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. God need me. എന്റെ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. My Jesus need me. എന്റെ യേശുവിന് എന്നെ My ആവശ്യമുണ്ട്. Jesus need അത് me. 2000 വർഷത്തിന് മുമ്പും ഉണ്ട്, ഇന്നും ഉണ്ടത്. 2000 years ago as well as now there is a need. ഞാനൊക്കെ വിശ്വാസത്തിൽ നിന്നപ്പോ എന്റെ വീട്ടിൽ എന്തോ ബഹളമായിരുന്നു അറിയാം. When I came to faith, there was a lot of trouble in my home. ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ വെള്ളം അടിച്ചു കിടന്നപ്പോ അമ്മയ്ക്കും അപ്പനും ഒരു കുഴപ്പമില്ലായിരുന്നു. When I was lying drunk in Bangalore, my parents had no പക്ഷെ problem. ഇത് എടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് മൊത്തം പ്രശ്നം. But the moment I took the Bible, there was a big conflict. ഹല്ലേലൂയ. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. Then as well as now. ഇന്ന് നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. I have a word for you. കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയാം. God needs you. ഹല്ലേലൂയ. വേഗത്തിൽ ദൂത് പറയാം. I want to say this fast. ഹല്ലേലൂയ. ഇതിനെ അഴിച്ചു. Then it was untied. ചോദിക്കാൻ ആള് വന്നു. People came and asked. അവരോട് പറഞ്ഞു കർത്താവിന് ആവശ്യമുണ്ട്. The Lord needs it, they said. ഇതിനെ അഴിച്ച് മുമ്പോട്ട് പോകുമ്പോ As it was moving forward, ആദ്യമായിട്ട് ഇതിനൊരു ഓണറിങ് ലഭിക്കുക. first time it received an honor. ഇതിന്റെ മുമ്പിൽ റെഡ് കാർപ്പറ്റ് വിരിക്കപ്പെട്ടു. There was a red carpet laid before it. ആദ്യമായിട്ടൊരു ഓണറിങ്, First time an honor in its life. ആദ്യമായിട്ടൊരു മാന്യത. First time it was honored. ഇതിന്റെ മുമ്പിൽ റെഡ് കാർപ്പറ്റ് There is വിരിക്കപ്പെട്ടു. a red carpet that is laid before it. ഇതിന്റെ മുകളിൽ കൂടി കഴുത ഇങ്ങനെ പോകുമ്പോ This colt is walking through. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോ ദാണ്ട ഒലിവലയുടെ കമ്പുകൾ വെട്ടി ഫ്രണ്ട്. All the olive branches are cut and lying in front of it. ഇതിന്റെ മുമ്പിൽ കിടക്കുന്ന ഒലിവലയുടെ കമ്പുകള് There are the sticks, there are branches of the olive. കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആഗ്രഹിച്ചതായത്, Once I had desired to eat of that. കൊതിച്ചതാ. I had desired to eat of that. ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നെന്ന് I ആഗ്രഹിച്ചതാ. had wished that I got some olive leaves to eat. അങ്ങനെയാണ് ആത്മാവിൽ ഒരു ദൂത് പറയാം. That I want to give you a word in spirit. നീ ആഗ്രഹിച്ചതും What you desire, നീ കൊതിച്ചതും what you had നീ earned for, ദൈവത്തോട് ചോദിച്ചതും what you had asked the Lord, നീ പ്രാർത്ഥിച്ചതും what you prayed ഈ for. ഡിസംബറിന്റെ കലണ്ടർ മറിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ വന്ന് വീഴും. Before the December is over, it will fall before you. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. Amen. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ദൂതിനെ ഞാൻ എടുത്തോളാം. Oh, if you don't want, I'll take this message. നിങ്ങൾ back. ആഗ്രഹിച്ചതും What you desire, ദൈവത്തോട് ചോദിച്ചതും what you ask of the Lord, നിങ്ങൾ what you prayed for, നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഴുന്ന ഒരു it is സീസൺ ഉണ്ട്. going to come and you're going to receive വിശ്വസിക്കുന്നവർ it. കരമടിച്ച് Those who believe it, clap your hands and കരമടിച്ച് receive it. കരമടിച്ച് Jesus. Uda baba bar handala bari kadara hadala gadara gadala gari kabara. പോരെ, പോരെ, കരമടിച്ച്, കരമടിച്ച്. Gadala gari kabara gadala bari karaga shadala bariga. പോരെ, പോരെ, Libara പോരെ. hadala bari kadala gasya. Libara hadala garaga shadala gari kabara gasya radala gari kabara gasya. ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. I'm going to give one more word and close. വീണ്ടും ഈ കഴുത മുമ്പോട്ട് പോകുമ്പോ When you move further forward, ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒന്നുകൊണ്ട് ദൈവം നിർത്തത്തില്ല. മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യും. God will not stop with something. Man will stop with something. ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ If God begins something, അത് അസാധാരണമായിരിക്കും. it will be extraordinary. വീണ്ടും ഈ കഴുത മുമ്പോട്ട് പോകുമ്പോ This donkey has been moved forward. എന്റെ ബൈബിൾ പറയുന്നു, My Bible says, യെരൂശലേം ദേവാലയത്തിന്റെ വാതിൽ രണ്ടായി തുറന്നു. oh, the doors of Jerusalem opened up. ഞാൻ പെട്ടെന്ന് എന്റെ പ്രാർത്ഥനാ റൂമിൽ ഈ കഴുതയെ ഒന്ന് പിടിച്ചു നിർത്തി. I called this donkey into my prayer room. ഞാൻ പിടിച്ചു നിർത്തിയിട്ട് ഈ കഴുതയോട് ചോദിച്ചു, I held this donkey there and asked him, കഴുത, നീ ഇതിനു മുമ്പ് ഈ ആലയത്തിനകത്ത് കയറിയിട്ടുണ്ടോ? have you ever been inside the temple in Jerusalem? കഴുത പറഞ്ഞില്ല. Never. ഞാൻ ചോദിച്ചോളൂ, നിന്റെ പപ്പ കയറിയിട്ടുണ്ടോ? Your dad, has it gone inside? കഴുത പറഞ്ഞില്ല. No. ഞാൻ ചോദിച്ചു, നിന്റെ വല്യപ്പച്ചൻ ഗ്രാൻഡ് ഫാദർ കയറിയിട്ടുണ്ടോ? Did your grandfather ever go to the temple in Jerusalem? കഴുത പറഞ്ഞു ഇല്ല. Donkey said no. വീണ്ടും ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, I asked one more. നിന്റെ ജനറേഷനിൽ ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? Anyone in your generation, did they ever enter into this temple? അപ്പൊ ഈ കഴുത എന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. This donkey started weeping. എന്നിട്ട് ഈ കഴുത എന്നോട് പറഞ്ഞു, This donkey told me,
ഞങ്ങൾക്ക് ആലയത്തിൽ കയറാൻ അനുവാദമില്ല. We did not have permission to enter into the temple. ഞങ്ങൾ ശപിക്കപ്പെട്ടവരാ. We were cursed. എല്ലാവരും ഞങ്ങളുടെ പുറത്ത് കയറിയാ വരുന്നത്. People will climb over us and come. പക്ഷെ ഞങ്ങളെ വെളിയിൽ കെട്ടിയിട്ട് But we will be tied outside. അവർ മാത്രം ആലയത്തിലേക്ക് They പോകുന്നത്. Lord will enter into the temple. പിന്നെ ഇപ്പൊ നിനക്ക് എങ്ങനെ തുറന്നത്? But how come it opened for you now? എന്റെ അരിമനാഥൻ എന്റെ പുറത്തിരിപ്പുണ്ട്. Because my master was എന്റെ on me. അരിമനാഥൻ എന്റെ പുറത്തിരിപ്പുണ്ട്. My master was sitting on യേശു me. നിന്റെ കൂടെ ഉണ്ടെങ്കിൽ If Jesus is in അതും തുറക്കോ. what the doors will open for you. അടഞ്ഞ വാതിലും തുറക്കോ. എല്ലാവരും ചാടി എഴുന്നേറ്റാട്ടാ. All of you climb. എല്ലാവരും stand എഴുന്നേറ്റാട്ടാ. up. Let us all stand up. എല്ലാവരും എഴുന്നേറ്റേ. Let us all ഇന്ന് stand രാത്രി up. നിന്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ ദൈവം തുറക്കോ. All doors that are so far closed before you will open for you. അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കോ. The Lord is going to open the ഇന്ന് doors. രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. In the spirit I will give you a word. ഒരു വ്യക്തിയിലാകട്ടെ വസ്തുവിലാകട്ടെ, If on a person or on an object, എന്റെ ദൈവത്തിന്റെ കണ്ണുടക്കിയാൽ if my God's eyes are locked onto it, ആയിരിക്കുന്ന നിലവാരത്തിൽ തുടരത്തില്ല. it will not keep അത് situation. മുൻപന്തിയിൽ It വന്നിരിക്കും. will come to the forefront. അത് സ്പിരിച്വലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി, Spiritually, physically, financially. നിങ്ങൾ എല്ലാ മേഖലയിലും In every realm of your life. നിങ്ങൾക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ട്. In every season you will have an upward shift. ഓരോ സീസൺ കഴിയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി കണ്ടിരിക്കും. In every season you will see the work of അത് God. ജോലിയിൽ പ്രമോഷനായി, ആത്മീക വർധനവായി പല മേഖലകളിൽ നിങ്ങൾ You കണ്ടിരിക്കും. will see an increase in your job, in your spiritual edification. ഈ ഉപവാസ പ്രാർത്ഥന, In this fasting prayer, ചില ആത്മീക വർധന ഉണ്ടാകട്ടെ. let there be a spiritual increase. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ. There will be a spiritual growth. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലികൾ മാറട്ടെ. Let your lifestyle of prayer change. അല്ലെങ്കിൽ വീണ്ടും അല്പസമയം കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കയറ്. You continue to pray for some more time. പക്ഷേ എനിക്കറിയത്തില്ല, ചെയിൻ പ്രയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. God says that you start chain prayers. അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ 15 മിനിറ്റ്, അടുത്ത ആൾ 15 മിനിറ്റ് ടൈം അനുസരിച്ച്, അല്ലെങ്കിൽ അരമണിക്കൂർ, അങ്ങനെ ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ചെയിൻ പ്രയർ ഒക്കെ ചർച്ചിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ചർച്ച് ഗ്രോത്തിന് വേണ്ടി ഒരു ചെയിൻ പ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. For the growth of the church, we must start a chain prayer, maybe 15 minutes, half an hour, morning, evening. ഓരോരുത്തരോരുത്തർ ആ ടൈം കഴിയുമ്പോൾ അടുത്ത ആളെ ഏറ്റെടുക്കണം. Then one person completes prayer, another person take it up. 4 മുതൽ 4:30 വരെ ഒരാളാണെങ്കിൽ 4:30 മുതൽ 5 വരെ ഒരാൾ, If it is 4 to 4:30 one person, 5 to 5:30 another person. കഴിയുന്നവരെല്ലാം അത് ഹാലിലെ ഏറ്റെടുക്കുക. Please take it up. ഒരു 15 മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ടൈം കൊടുക്കണം. At least 15 minutes you pray for your church. ഹാലിലെ സഭയുടെ വളർച്ചയ്ക്ക് ഈ രാജ്യത്ത് ഒരു റിവൈവൽ ഉണ്ടാകാം. For the growth of the church in this land, you pray. ഈ രാജ്യത്തോട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ഒരു ദൈവശബ്ദമുണ്ട്. Oh, there was a divine voice I heard when I came to this country. കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ രാജ്യത്ത് നടക്കാത്ത ഒരു റിവൈവൽ ഈ രാജ്യം കാണാൻ പോകുന്നത്. Oh, what has not happened in the last 100 years? This land is going to see a revival. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൈവം. God has entrusted this to each of you. നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, If you're ready to pray. ഒരിക്കൽ മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, Once Mordecai told Esther, നീ ഇപ്പൊ പ്രാർത്ഥിച്ചാൽ if you pray now, നീ നിന്റെ കുടുംബവും ചരിത്രമായി മാറും. you and your family will become a history. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. If you don't pray, nothing wrong with God. വേറെ എവിടുന്നെങ്കിലും എസ്തേർമാരെ ദൈവം God will എഴുന്നേൽപ്പിക്കും. raise another Esther somewhere. പക്ഷെ ഇത് നിന്റെ സീസൺ ആണെന്ന് നീ മനസ്സിലാക്കിയാൽ, You need to know that it is your നിന്റെ season. സമയമാണെന്ന് നീ You മനസ്സിലാക്കിയാൽ, need to know it's your time. അതിനകത്ത് നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു പങ്കുണ്ട്. You and your family will, your children will have a role in it. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, If you do something for the Lord, നിന്നെയും നിന്റെ തലമുറയെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. you and your children will be honored. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് Every hand raise up. ഹാലലൂയ. ഇന്ന് രാത്രി ഒന്ന് പറയാമോ, Can you say this? കർത്താവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടണം. Lord, we want to be useful for എന്നെ you. ഉപയോഗിക്കണമേ. Lord, use me. എന്നോട് ദൈവം സംസാരിക്കണം. Lord, speak to me. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, To stand in the gap for the സഭയ്ക്ക് land. വേണ്ടി ഇടിവിൽ To നിൽക്കാൻ, stand in the gap for the church. രാജ്യത്തിന് വേണ്ടി ഇടിവിൽ To നിൽക്കാൻ stand in the gap for God's kingdom. എന്നെ ഉപയോഗിക്കണമേ. Lord, use me. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി,
Hallelujah. Hallelujah. Praise the Lord. എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. നമ്മുടെ തലകളെ വണക്കി Everybody be ദൈവത്തിൽ seated. പ്രാർത്ഥിക്കാം. Let us bow our head. ഇന്ന് രാത്രികാലം ശക്തമായ ദൈവത്തിന്റെ ആലോചന നൽകുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിനെ The ബലപ്പെടുത്തി. Lord has empowered His anointed to give a very powerful message tonight. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ കേൾപ്പിച്ചത് നമ്മുടെ മേൽ കർത്താവിന്റെ കണ്ണ് വന്നാൽ നമ്മളെ ആള് മാറിവരെ പോലെയാക്കും. What the Lord has spoken to us today morning as well as this evening is that if the Lord's eye fall upon us, we will be changed. ദൈവത്തിന്റെ കണ്ണൊരു വസ്തുവിന്മേൽ വന്നാൽ ആ വസ്തു വേറൊന്നായിട്ട് രൂപാന്തരം പ്രാപിക്കും. അതിനൊരു പ്രമോഷനാണ്. If the eyes of the Lord fall upon an object, the object will have a promotion. കർത്താവിന്റെ കണ്ണൊരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തി പിന്നെ ആള് മാറിയതുപോലെ If the eyes of the Lord fall upon a person, that person is transformed. ശിമോൻ പത്രോസിന്റെ മേൽ യേശുവിന്റെ കണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ When the eyes of the Lord fell upon Simon Peter, സഭയുടെ വളർച്ചയ്ക്ക് അവനൊരു വലിയ അതേ കല്ലായി തീരുവാനിടയായി. he became a strong rock for the building of the church. അവൻ സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ When he left everything and followed Jesus, ആത്മശക്തി അവന്റെ മേൽ വന്ന് അവൻ ആളും അറിവനായി തീർന്നു. when the power of the Spirit came upon him, he became a changed person. അവൻ ദൈവത്തെ മാനിച്ചതിലൂടെ ദൈവം അവനെ മാനിക്കുവാനിടയായി. By the way he honored God, God honored him back. അവന്റെ നിഴൽ പോലെ വീണടത്ത് രോഗികൾ സൗഖ്യമാകുവാനിടയായി. Even where his shadows fell, their sick people got healed. അവൻ പ്രാർത്ഥിച്ചു നൽകിയ റൂമാലിട്ട വ്യക്തികൾ സൗഖ്യമാകുവാനിടയായി. On whomever he put the kerchief that he prayed for, people got healed. യേശു കയറിയ കഴുത അതൊരു വ്യത്യസ്തമായ നിലയിലേക്ക് മാറുവാനിടയായി. The colt on which Jesus rode became a different kind of colt. അതിന് പ്രത്യേക മാനങ്ങൾ മറ്റുള്ളവർ നൽകുവാനിടയായി. And other people gave it special honor. ഇന്ന് രാത്രി കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. Tonight the Lord needs us. നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. Can we submit ourselves into the hand of the Lord? ഇന്നലെ വൈകിട്ടും ഇന്ന് പകലും ഇന്ന് രാത്രിയുമായി നാം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. We've been hearing the voice of God last night, this morning as this evening. കേട്ട് നമ്മെ തന്നെ ചതിക്കരുത്. We should not deceive ourselves after hearing the word of God. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് If സംസാരിച്ചിട്ടുണ്ടെങ്കിൽ God has spoken to you, God has dealt with you. ദൈവത്തിന് നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവ് നിങ്ങളോട് If the സംസാരിച്ചു. Holy Spirit tells you that the Lord needs you, ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് could you submit yourself and pray? ദൈവശബ്ദത്തിന് എതിരായി നിൽക്കരുത്. Do not stand against the word of God. അവൻ നിന്നെ വിളിക്കുമ്പോൾ നീ ആ വാക്കിന് റെസ്പോണ്ട് ചെയ്യുവാനിടയാകണം. If you respond to the word that with which he is calling you, നിന്റെ അവസ്ഥകളെ അവൻ അറിയുന്നു. ആ അവസ്ഥയെ മാറ്റുവാൻ അവന് കഴിയും. he knows your circumstances and he is able to change it. നാം ചിന്തിക്കുന്നതിനേക്കാൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Beyond what we can think or imagine, he is able to change our situation. കാരണം ഇന്ന് കാണുന്ന സകലതും അവന്റെ വാക്കിനാൽ ഉളവായതാണ്. Because what we see today, everything was created through his word. ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ, If God is pleased with the way of a man, യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. God will establish his path. പുതിയ വഴികൾ അവന്റെ മുമ്പിൽ തുറക്കും. God will open new paths before him. അസാധ്യങ്ങൾ അവന്റെ മുമ്പിൽ സാധ്യമായി തീരും. Impossible will become possible before him. ദൈവ പ്രവൃത്തി അവൻ കാണുവാനിടയായി You തീരും. will see new work of God. മറ്റുള്ളവർ വിളിച്ചു പറയും അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവനോട് കൂടിയിരിക്കുന്നു. Everyone else will declare that because he trusted in the Lord is with him. ഇന്ന് രാത്രി ദൈവമായി നിൽക്കുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തി. The Lord empowered his anointed to stand with the word of God. നാളെയും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തുമാറാകട്ടെ. May the Lord empower his anointed to stand tomorrow also with the word of God.